Hello everyone, welcome to a new mega live session. So ഇന്ന് നമ്മൾ MA ഇംഗ്ലീഷിൻ്റെ പേപ്പർ ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോർ പേപ്പറാണ് ഏതെന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ലാംഗ്വേജിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഫൊണറ്റിക്സ് പഠിക്കുന്നുണ്ട്, ഫൊണോളജി പഠിക്കുന്നുണ്ട്, സ്ട്രെസ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മറ്റ് പേപ്പേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറൻഷ്യേറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ കുറച്ച് ടഫാണ് ഈ ഒരു പേപ്പർ എന്ത് ചെയ്യാൻ, പഠിച്ചെടുക്കാൻ എന്ന് പറയുന്നത്. പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടെയാണ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് 4 ബ്ലോക്കുകളുണ്ട്, 9ഓളം യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെഗാലൈറ്റ് സെഷനിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്തേ, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. സോ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒറിജിൻ ആൻഡ് നേച്ചറാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? സോ ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് helps people share ideas, feelings, thoughts and information. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അല്ലേ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മളെ ഐഡിയാസ് ഷെയർ ചെയ്യാനും, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ്, ഇൻഫോർമേഷൻസ് ഇതെല്ലാം ഷെയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദെൻ it uses words, sounds, symbols and sometimes gestures. Every language has rules for grammar, sentence structure, meaning and pronunciation. So നമ്മൾ എന്താണ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് വി യൂസ് വേർഡ്സ് ആൻഡ് വി ഓൾസോ യൂസ് ദ സൗണ്ട്സ് അല്ലേ. പ്രൊനൗൺസിയേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വി യൂസ് സിംപിൾസ്. സോ നെക്സ്റ്റ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സംടൈംസ് വി യൂസ് ജസ്റ്റേഴ്സ്. സോ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ജസ്റ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ എവ്രി ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? റൂൾസ് ഉണ്ട്. ഇപ്പം മലയാളം ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിലും സോ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെറ്റ് ഓഫ് റൂൾസുകളുണ്ട്. സോ അതിലെന്താണ്? ഗ്രാമർ ഉണ്ട്, ദെൻ സെൻറ്റൻസ് സ്ട്രക്ചർ, മീനിങ്, പ്രൊനൗൺസിയേഷൻ, എല്ലാ ലാംഗ്വേജിനും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ദെൻ ഇതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്? സോ ഇനി നമുക്കറിയാം ലാംഗ്വേജ് എന്നുള്ളത് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ചില തിയറീസ് കൊണ്ടാണ്. ചില തിയറീസിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ തിയറീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത് അല്ലേ. സോ ഫസ്റ്റ്, സിൻസ് no one knows exactly how language began, scholars have suggested several theories. So no one knows how exactly language began. സോ ലാംഗ്വേജ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് എക്സാക്ട്ലി എന്ത് ചെയ്യുന്നില്ല, ആർക്കും പറയാൻ സാധിക്കുന്നില്ല അല്ലേ. ദെൻ സ്കോളേഴ്സ് ചില കാര്യങ്ങൾ എന്ത് പറയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ് വന്നിട്ടുള്ളത്. ചില തിയറീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. സോ അതിലൊന്നാണ് ബൗവൗ തിയറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാംഗ്വേജ് സ്റ്റാർട്ടഡ് ബൈ ഇമിറ്റേറ്റിംഗ് സൗണ്ട്സ് ഇൻ നേച്ചർ. സോ അതിനർത്ഥം എന്താണ്? ലാംഗ്വേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്? ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് വന്നത് എങ്ങനെയായിരുന്നു? ഇമിറ്റേറ്റിംഗ് സൗണ്ട്സ് ഇൻ നേച്ചർ. സോ നേച്ചറിലെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് ബൗവൗ തിയറിയിലൂടെ പറയുന്നത്. നെക്സ്റ്റ് ഡിങ് ഡോങ് തിയറിയാണ്. ഡിങ് ഡോങ് തിയറി എന്താ പറയുന്നത്? ദാറ്റ് ഈസ് സൗണ്ട്സ് നാച്ചുറലി
matched the objects or events they presented. People made certain sounds because they felt connected to things around them. So ding dong theory എന്ന് പറയുന്നത് സൗണ്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? നാച്ചുറലി മാച്ച്ഡ് ദ ഒബ്ജക്റ്റ് ഓർ ഈവൻറ്റ്സ് ദേ റെപ്രസെൻറ്റഡ് അല്ലേ? ചില ഈവൻറ്റ്സിനും ചില ഒബ്ജക്ട്സിനും എന്ത് ചെയ്തു? മാച്ച്ഡ് ആയിട്ടുള്ള സൗണ്ട്സുകൾ വരാം. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് യോഹിഹോ തിയറിയാണ്. യോഹിഹോ തിയറി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം സൗണ്ട്സ് ആൻഡ് ചാൻസ് യൂസ്ഡ് ഡ്യൂറിങ് ഗ്രൂപ്പ് വർക്ക്സ്. സോ ചില സമയങ്ങളിൽ ഈ ഗ്രൂപ്പ് വർക്ക്സുകൾ ചെയ്യുമ്പോൾ, അതായത് ഗ്രൂപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ, ആ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വർക്കും കൂടെ ആവണം കേട്ടോ. ഒരു ഫിസിക്കൽ വർക്ക് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവർ ഈ ഒരു വർക്കിൻ്റെ ഈ ഒരു കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിലീഫ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? അവർ ചില വേർഡ്സുകൾ അല്ലെങ്കിൽ ചില സൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? എക്സാമ്പിൾ, വർക്കേഴ്സ് പുള്ളിങ് എ ഹെവി ഒബ്ജക്റ്റ് ടുഗെദർ ഷൗട്ടിങ് അല്ലേ? സോ ഇപ്പോൾ ഒരു ഹെവി ഒബ്ജക്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മരം എന്താണ് ചുമക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? സോ മരം വെട്ടുന്ന ആളുകളൊക്കെ ആ ഒരു മരം കയറ്റുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? അവർ ഒരു ഗ്രൂപ്പായിട്ട് ഓരോ സൗണ്ട്സുകൾ എന്ത് ചെയ്യാറുണ്ട്? ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ എന്താണ്? ഈ ഒരു യോഹിഹോ തിയറിയിൽ വരുന്നതാണ്. അത്തരം സൗണ്ട്സുകൾ ഈ ഒരു തിയറിയുടെ ബേസിസിൽ വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ദെൻ ലാല തിയറിയാണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ലാംഗ്വേജ് ബിഗാൻ ത്രൂ സിംഗിങ്, പ്ലേ, love and emotional expressions. Early humans used musical and expressive sounds to communicate feelings. So language start ചെയ്ത് വന്നിട്ടുള്ളത് എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്? ത്രൂ സിംഗിങ്ങിലൂടെ, ദെൻ ലവ് ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസിലൂടെ. അതായത് ഏർലി ഹ്യൂമൻ ബീയിങ്സുകൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? മ്യൂസിക്കൽ ആൻഡ് എക്സ്പ്രസീവ് സൗണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഫീലിങ്സ്. സോ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അവർ ചില സൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലാല തിയറി. നെക്സ്റ്റ് ജസ്റ്റർ ഫേഴ്സ് തിയറിയാണ് നെക്സ്റ്റ് വരുന്നത്. പീപ്പിൾ ഫേഴ്സ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് ബോഡി ജസ്റ്റേഴ്സ്. സ്പോക്കൺ ലാംഗ്വേജ് ഡെവലപ്ഡ് ലേറ്റർ ടു റീപ്ലേസ് ഓർ സപ്പോർട്ട് ജസ്റ്റേഴ്സ്. സോ ജസ്റ്റർ ഫേഴ്സ് തിയറി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഉണ്ട് എന്താണ്? ജസ്റ്റർ ആണ് അല്ലേ? എന്താണ് ജസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സിലൂടെ അല്ലാതെ നമ്മൾ എന്താണ് ആംഗ്യത്തിലൂടെ എന്ത് ചെയ്യുക? സംസാരിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സോ നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ബോഡി ജസ്റ്റേഴ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ലാംഗ്വേജിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിവൈൻ സോഴ്സ് തിയറിയാണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ലാംഗ്വേജ് വാസ് ഗിവൺ ടു ഹ്യൂമൻസ് ബൈ എ ഡിവൈൻ പവർ. സോ ഇവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ബൈ എ ഡിവൈൻ പവർ, ഒരു ഡിവൈൻ പവറിലൂടെയാണ്. ആൻഡ് ഡിഫറെൻറ്റ് റിലീജിയൻ ഹാവ് ഡിഫറെൻറ്റ് ബിലീഫ് അബൌട്ട് ദിസ് ഒറിജിൻ. അപ്പോൾ ഡിഫറെൻറ്റ് റിലീജിയൻ എന്തുണ്ടായിരുന്നു? ഡിഫറെൻറ്റ് ബിലീവ്സ് ആയിരുന്നു ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഹ്യൂമൻ എബിലിറ്റിയാണ്. സോ ആ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾദോ ഇറ്റ്സ് എക്സാക്ട് ഒറിജിൻ റിമൈൻസ് അൺനോൺ, ദീസ് തിയറീസ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഹൗ ലാംഗ്വേജ് മേ ഹാവ് ഡെവലപ്ഡ് ഓവർ ടൈം. സോ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ലാംഗ്വേജിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സാക്ട്ലി പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും സ്കോളേഴ്സ് ബിലീവ് ചെയ്യുന്നത് ഈ ഒരു തിയറീസിലൂടെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ബിഗിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Then the next question is unique properties of human language. So ഇനി ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്തൊക്കെയാണ് യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ആനിമൽ കമ്മ്യൂണിക്കേഷൻ ബൈ സെവറൽ കീ ഫീച്ചേഴ്സ് അല്ലേ? സോ നമുക്കറിയാം ആനിമൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ അവർ എന്താണ്? ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ അതിന് എന്താണ് ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്ന കീ ഫീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ ഇസ് ആർബിട്രേറിനെസ് ആണ് ഫസ്റ്റ് വരുന്നത്. നോ ഇൻഹറൻറ്റ് ഓർ നാച്ചുറൽ കണക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്. സോ ആർബിട്രേറിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും എടുക്കാം. സോ ഇപ്പോൾ നമുക്കറിയാം എന്താണ് സൈൻ
സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിഗ്നിഫയർസ് ആൻഡ് സിഗ്നിഫൈഡ് ആർ ഇൻ ആർബിട്രറി, ദർ ഈസ് നോ വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആർബിട്രറിനെസ് എന്ന് പറയുന്നത് എന്താണ്? No inherent or natural connection exists between the word and what the word represents അല്ലേ. ഇപ്പോൾ ഒരു വേർഡും, ഇപ്പോൾ ക്യാറ്റ് എന്നുള്ള വേർഡും ആ ക്യാറ്റ് എന്നുള്ള വേർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇമേജും തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. നോ ഡിറക്റ്റ് കണക്ഷൻ ഇല്ല അല്ലേ. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രക്ചറലിസൊക്കെ പഠിച്ചപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എന്ത്? ദ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ് ആർ ഇൻ ആർബിട്രറി, ദർ ഈസ് നോ വൺ ടു വൺ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു തിങ്സ് എന്നുള്ളത് അല്ലേ. സോ തേർഡ് സെമ്മിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി ആണ് പറയുന്നത് അല്ലേ. സോ എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ദ എബിലിറ്റി ടു യൂസ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ക്രിയേറ്റ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ന്യൂ സെൻറ്റൻസസ്. സോ ഹ്യൂമൻ ബീയിങ്സിന് എന്തിനുള്ള കഴിവുണ്ട്? വി ക്യാൻ യൂസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ന്യൂ സെൻറ്റൻസസ് അല്ലേ. നമുക്ക് പുതിയ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വരുന്നത്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് തിങ്സ് നോട്ട് present in the immediate environment such as the past, future or abstract ideas. സോ അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മുന്നിലില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മുടെ മുന്നിൽ പ്രസൻ്റ് അല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ നമ്മുടെ മുന്നിൽ പ്രസൻ്റ് അല്ലാത്ത ഒരു പ്ലേസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സച്ച് ആസ് ദി പാസ്റ്റ് അല്ലേ, പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ എന്തെങ്കിലും അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ്സ് ഓൾസോ ദ യുണീക്ക് ഫീച്ചർ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. Then next one is duality. That is double articulation. That is language operates on two levels. So രണ്ട് ലെവലിലാണ് ലാംഗ്വേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ. ദ ഫസ്റ്റ് വൺ ദ സർഫസ് ലെവൽ. സോ സർഫസ് ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ സൗണ്ട്സ് ആൻഡ് ഡീപ്പർ ലെവൽ ഓഫ് ഗ്രമാറ്റിക്കൽ റൂൾസ്. നമുക്കറിയാം രണ്ട് ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? ലാംഗ്വേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് സർഫസ് ലെവലാണ്. സർഫസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ആ ഒരു സൗണ്ടാണ് സർഫസ് ലെവൽ എന്ന് പറയുന്നത്. ഡീപ്പർ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രമാറ്റിക്കൽ റൂൾസ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ തന്നെ ലാംഗ്വേജ് ഓപ്പറേറ്റ്സ് ഓൺ ടു ലെവൽസ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് സൗണ്ട് ഇസ് ദ സർഫസ് ലെവൽ. അതിൻ്റെ ഉള്ളിലുള്ള എന്താണ്? ഗ്രമാറ്റിക്കൽ റൂൾസ് ആണ്. ആ ഒരു സെൻറ്റൻസിലെ ഗ്രമാറ്റിക്കൽ റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡ്യുവാലിറ്റി ഡീപ്പർ ലെവൽ എന്ന് പറയുന്നത്. ദെൻ കൾച്ചറൽ ട്രാൻസ്മിഷൻ. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് സോ ലാംഗ്വേജ് ഇസ് നോട്ട് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി ബട്ട് ഇസ് ലേൺ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. സോ ലാംഗ്വേജ് നമ്മൾ ബയോളജിക്കലി നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മളിലോട്ട് ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നില്ല അല്ലേ. പക്ഷേ സൊസൈറ്റിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് അല്ലേ. വി ഹാവ് ദ എബിലിറ്റി. സോ within the period of time we acquire the language by ഫ്രം ദ സറൗണ്ടിങ്സ്. നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഒരു കുട്ടി ജനിച്ച് വീണ് അപ്പം തന്നെ ആ കുട്ടി എന്ത് ചെയ്യില്ല? സംസാരിക്കില്ല. കുറച്ച് കഴിഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും വീട്ടിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു? അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ നേടിയെടുക്കുന്നതാണ് എന്നുള്ളതാണ്. ഇറ്റ് വാസ് നോട്ട് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി. ദെൻ reflexiveness. Next is reflexiveness, the ability to use language to talk about and analyze language itself. So reflexiveness ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിന്, ഹ്യൂമൻ ലാംഗ്വേജിന് എന്ത് ചെയ്യാൻ സാധിക്കും? സോ the ability to use language to talk about and analyze language itself. സോ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കാനും ലാംഗ്വേജിനെ അനലൈസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ ലാംഗ്വേജിന് സാധിക്കും എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് വേരിയേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി.
സോ ലാംഗ്വേജ് വേരിയേഷൻസ്. സോ എന്തൊക്കെയാണ് ലാംഗ്വേജ് വേരിയേഷൻസ് എന്ന് പറയുന്നത്? ലാംഗ്വേജ് വേരിയേഷൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ദ ഫസ്റ്റ് വൺ ഇസ് ഡയലക്റ്റ്. സോ എന്താണ് ഇപ്പോൾ ഒരു ഡയലക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഡയലക്റ്റ് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു 2 മാർക്കിന് എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. അപ്പോൾ ഡയലക്റ്റ് എന്താണെന്ന് മാത്രം എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക അല്ലേ. അതിനൊരു എക്സാമ്പിളും കൂടെ എഴുതിയാൽ എന്തായി, ഡയലക്റ്റ് എന്താണെന്നായി എന്നുള്ള. സോ എ ഡയലക്റ്റ് ഇസ് എ ഫോം ഓഫ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ എ പെർട്ടിക്കുലർ റീജിയൻ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ ഒരു പെർട്ടിക്കുലർ റീജിയനിലെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംസാരിക്കുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ഓഫ് ലാംഗ്വേജിനെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ഹാവ് ഡിഫറെൻറ്റ് വേർഡ്സ്, പ്രൊനൗൺസിയേഷൻ ആൻഡ് ഗ്രാമർ. സോ ഇപ്പോൾ ഓരോ റീജിയണും ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും, അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷനാവും, ഡിഫറെൻറ്റ് വേർഡ്സുകളാവും യൂസ് ചെയ്യുന്നുണ്ടാവുക, ഡിഫറെൻറ്റ് ഗ്രാമർ സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു, ലിഫ്റ്റ് എന്ന് പറയുന്നു. ഇതേ ലിഫ്റ്റിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ അവർ ലിഫ്റ്റ് എന്ന് പറയില്ല, ദേ സേ എലവേറ്റർ. സോ അവരെന്താ പറയുന്നത്, എലവേറ്റർ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഡയലക്റ്റ്. ദെൻ ബോത്ത് ആർ ഇംഗ്ലീഷ് ബട്ട് ഡിഫറെൻറ്റ് ഡയലക്ട്സ്. സോ രണ്ടും ഇംഗ്ലീഷാണ്, പക്ഷേ രണ്ടും 2 ഡയലക്റ്റ് ആണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡലക്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഐഡലക്റ്റ്, ആൻഡ് ഐഡലക്റ്റ് ഇസ് ദ യുണീക്ക് വേ ആൻഡ് ഇൻഡിവിജ്വൽ സ്പീക്സ്. സോ ഒരു ഇൻഡിവിജ്വൽ സംസാരിക്കുന്ന യുണീക്ക് വേ ആണ് എന്തെന്ന്, അല്ലെങ്കിൽ യുണീക്ക് ലാംഗ്വേജ് ആണ് ഐഡലക്റ്റ് എന്ന് പറയുന്നത്. എവറി പേഴ്സൺ ഹാസ് ദെയർ ഓൺ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏജ്, എഡ്യൂക്കേഷൻ, ഫാമിലി ആൻഡ് എക്സ്പീരിയൻസ്. ഓരോ വ്യക്തിക്കും എന്തുണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള, ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ദെയർ ഓൺ സ്റ്റൈലാണ് എന്ത് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏജ്. സോ ഏജ്, എഡ്യൂക്കേഷൻ, ഫാമിലി, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു വേ ഓഫ് സ്റ്റൈൽ വരുന്നത്. ഇപ്പോൾ മലയാളം എന്നുള്ള ലാംഗ്വേജ് തന്നെ എടുക്കാം. സോ നമ്മളെല്ലാവരും പറയുന്നത് മലയാളമായിരിക്കും, പക്ഷേ എന്താണ്, ഞാൻ സംസാരിക്കുന്ന രീതിയും നിങ്ങൾ സംസാരിക്കുന്ന രീതിയും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഐഡലക്റ്റ്. സോ ഒരേ ലാംഗ്വേജ് ആണ് നമ്മൾ സംസാരിക്കുന്നത്, ബട്ട് ദാറ്റ് സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ഇസ് ഡിഫറെൻറ്റ്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സം പീപ്പിൾ ഓഫൺ സേ ആക്ച്വലി വൈൽ അതർ ഫ്രീക്വൻ്റ്ലി യൂസ് യു നോ. സോ ഇവിടെ ഇംഗ്ലീഷിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ചില ആളുകൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, ആക്ച്വലി എന്ന് പറയും. സോ അതേ ആക്ച്വലിക്ക് മറ്റ് ചിലർ എന്തായിരിക്കും പറയുന്നത്, യു നോ എന്നായിരിക്കും പറയുന്നത്. സോ അത് രണ്ടും മീനിങ് ഒന്നായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുന്നു, വേ ഓഫ് സ്പീക്കിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് ബൈലിംഗ്വലിസം. സോ ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏബിൾ ടു സ്പീക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് 2 ലാംഗ്വേജസ് അല്ലേ. 2 ലാംഗ്വേജ് സംസാരിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ബൈലിംഗ്വലിസം എന്ന് പറയാറുണ്ട്. സോ ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈലിംഗ്വലിസം ഉണ്ട്. അതിലൊന്നാണ് എന്ത്, സർക്കംസ്റ്റാൻഷ്യൽ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലേണിംഗ് അനദർ ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ്സ് നെസസറി. സോ സർക്കംസ്റ്റാൻഷ്യൽ ബൈലിംഗ്വലിസം, ഇപ്പോൾ നമ്മൾ എന്താണ്, മലയാളം സംസാരിക്കുന്ന ആളുകളാണ്. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബാംഗ്ലൂർ പോവാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോവാണ്. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ലാംഗ്വേജ് നമ്മൾ, ഇപ്പോൾ മലേഷ്യയോ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും അല്ലേ. സോ ദാറ്റ് ഇസ് സർക്കംസ്റ്റാൻഷ്യൽ ബൈലിംഗ്വലിസം. സോ ഇനി അതല്ല, നമുക്ക് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ആ ജോബിന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് സർക്കംസ്റ്റാൻഷ്യൽ ബൈലിംഗ്വലിസം. സോ നമ്മുടെ സർക്കംസ്റ്റാൻസസിന് അല്ലേ, നമുക്ക് ആ ഒരു നെസസറി വന്നുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പഠിക്കുന്നു. ദാറ്റ് ഈസ് learning another language because it is necessary. Next, elective bilingualism ആണ് വരുന്നത്. that is learning another language by choice. so choice, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ എന്താ ആഗ്രഹം ഉണ്ടാകും, വേറെ ഒരു ലാംഗ്വേജ് പഠിക്കാം എന്നുള്ളൊരു ആഗ്രഹം ചിലർക്ക് ഉണ്ടായിരിക്കും. സോ ലാംഗ്വേജ് ബൈ ചോയ്സ്, ലേണിംഗ് അനദർ ലാംഗ്വേജ് ബൈ ചോയ്സ്, നമ്മൾ നമ്മുടെ ചോയ്സോട് കൂടി തന്നെ മറ്റൊരു ലാംഗ്വേജ് പഠിക്കുക. എക്സാമ്പിൾ, മലയാളി ഹൂ സ്പീക്സ് ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് അല്ലേ. ഒരു മലയാളി എന്ത് ചെയ്യുന്നു, മലയാളവും ഇംഗ്ലീഷും സംസാരിക്കുന്നു. ദാറ്റ് ഈസ് എലക്റ്റീവ് ബൈലിംഗ്വലിസം. നെക്സ്റ്റ് വരുന്നത് പിഡ്ജിനും ക്രിയോളുമാണ്. So what is a pidgin? A pidgin is a simple language created when people speaking different languages need to communicate, usually for trade or work, and it has no native speakers. So
പിഡ്ജിൻ എന്ന് പറയുന്നത് എന്തല്ല, നേറ്റീവ് സ്പീക്കേഴ്സിനെ അല്ല പിഡ്ജിൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓൾറെഡി ഒന്ന് മനസ്സിൽ വിചാരിക്കുക, എന്താണ് നേറ്റീവ് സ്പീക്കേഴ്സിനെ അല്ല നമ്മൾ പിഡ്ജിൻ ഗ്രൂപ്പിൽ പെടുത്തുന്നത്. സോ പിഡ്ജിൻ ഇസ് എ സിമ്പിൾ ലാംഗ്വേജ്. പിഡ്ജിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമ്പിൾ ലാംഗ്വേജ് ആണ്. ദാറ്റ് വാസ് ക്രിയേറ്റഡ് വെൻ പീപ്പിൾ സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. സോ ഈ ഒരു പിഡ്ജിൻ എന്ന് പറയുന്ന ലാംഗ്വേജ് എന്താണ്, സോ ഇതൊരു സിമ്പിൾ ലാംഗ്വേജ് ആണ് അല്ലേ. പിഡ്ജിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമ്പിൾ ലാംഗ്വേജ് ആണ്. സോ ദാറ്റ് വാസ് created when people speaking different language need to communicate. സോ നമുക്ക് ഇഫ് ഒരു നെസസറി വരികയാണ്, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലാംഗ്വേജ് സംസാരിക്കണം. അതായത് ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഇപ്പോൾ ട്രേഡോ മറ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടോ നമുക്ക് എന്താണ് മറ്റൊരു ലാംഗ്വേജ് സംസാരിക്കണം എന്ന് വരികയാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സംസാരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് യൂഷ്വലി ഫോർ ട്രേഡ് or work. Then example, a simplified mix of language used by traders. ഇപ്പോൾ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന എന്താണ് മിക്സ് ഓഫ് ലാംഗ്വേജ്, അതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്രിയോൾ ആണ്. ക്രിയോൾ ഡെവലപ്സ് ഫ്രം എ പിഡ്ജിൻ വെൻ ചിൽഡ്രൻ ലേൺസ് it as their first language. സോ ക്രിയോൾ എന്ന് പറയുന്നത് പിഡ്ജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ക്രിയോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു പുതിയ ജനറേഷൻ ജനിക്കുമ്പോൾ അവരെന്താണ് കേൾക്കുന്നത്, ഈ ഒരു ക്രിയോളാണ് അവർ കേൾക്കുന്നത്. സോ ചിൽഡ്രൻ ലേൺസ് ഇറ്റ് ആസ് ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ ക്രിയോളാണ് പിന്നീട് വരുന്ന ജനറേഷൻ്റെ എന്തെന്ന് പറയുന്നത്, അവരുടെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബിക്കം എ കംപ്ലീറ്റ് ലാംഗ്വേജ് വിത്ത് ഇറ്റ്സ് ഓൺ ഗ്രാമർ. സോ ഒരു ക്രിയോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കംപ്ലീറ്റ് ലാംഗ്വേജ് ആണ്. ആൻഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഗ്രാമർ, അതിനെന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗ്രാമർ ഉണ്ട്. ദെൻ നെക്സ്റ്റ് diglossia. That is, diglossia occurs when two form of the same language are used in different situation. So diglossia എന്ന് പറയുന്നത് ടു ഫോം ഓഫ് ദ സെയിം ലാംഗ്വേജ്, ഒരു സെയിം ലാംഗ്വേജിൻ്റെ തന്നെ രണ്ട് ഫോംസുകൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഡിഗ്ലോഷ്യ എന്ന് പറയുന്നത്. സോ അതിൽ ഈ ഒരു രണ്ട് ഫോം എന്ന് പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ഒന്ന് ഹൈ വെറൈറ്റിയും മറ്റൊന്ന് ലോ വെറൈറ്റിയുമാണ്. സോ ഹൈ വെറൈറ്റി യൂസ്ഡ് ഇൻ ഫോർമൽ സെറ്റിംഗ്സ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, സ്പീച്ചേഴ്സ് ആൻഡ് റൈറ്റിംഗ് തുടങ്ങിയതിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ വെറൈറ്റിയാണ്. ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ എവറി ഡേ കോൺവെർസേഷൻ. സോ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, എവറി ഡേ കോൺവെർസേഷനിലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർമൽ അറബിക് ആൻഡ് സ്പോക്കൺ അറബിക് ഇൻ മെനി അറബ് കൺട്രീസ്. സോ അറബ് കൺട്രീസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്പോക്കൺ അറബിക്കും ഫോർമൽ അറബിക്കും തമ്മിൽ, അതായത് റിട്ടൺ അറബിക്കും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് രജിസ്റ്റർ ആണ്. സോ വാട്ട് ഈസ് എ രജിസ്റ്റർ? രജിസ്റ്റർ ഇസ് ദ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് വി യൂസ് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് ഓഡിയൻസ്. സോ രജിസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ്. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് ഓഡിയൻസ് അല്ലേ. ഓഡിയൻസിനും സിറ്റുവേഷനും അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ്, ഫോർമൽ, ഇൻഫോർമൽ, ടെക്നിക്കൽ. സോ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഉണ്ട്. സോ അതിൽ ഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂസിനും അക്കാദമിക് റൈറ്റിങ്ങിനും യൂസ് ചെയ്യുന്നു. ഇൻഫോർമൽ നമ്മൾ ജസ്റ്റ് ടോക്കിംഗ് വിത്ത് അവർ ഫ്രണ്ട്സ്. ദെൻ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ എക്സ്പേർട്ടേഴ്സ്. സോ എക്സ്പേർട്ടേഴ്സ് യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജ് ആണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർമലിൽ നമ്മൾ പറയുകയാണ് കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ എന്ന് ചോദിക്കാം. സോ അത് ഇൻഫോർമൽ ആണെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. സോ കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താണ്, പൊളൈറ്റായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഫോർമൽ രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാൽ എന്താണ്, അതൊരു ഇൻഫോർമൽ വേ ആണ്. സോ ആ ഒരു ഇൻഫോർമൽ വേ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, വിത്ത് അവർ ഫ്രണ്ട്സ് അല്ലേ. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ്, അവരൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടോണ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ വേ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Then the last one is slang. Slang ആണ് ലാസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് slang consists of formal words and expressions used by particular group. സോ ഒരു സ്ലാങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഇൻഫോർമൽ വേർഡ്സുകളും എക്സ്പ്രഷൻസുമാണ് സ്ലാങ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന ഇൻഫോർമൽ വേർഡ്സുകളും എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ സ്ലാങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി യങ് പീപ്പിൾ യൂസ് ചെയ്യുന്ന സ്ലാങ് ചേഞ്ചസ് ക്വിക്ക്ലി ഓവർ ടൈം. സോ ഈ ഒരു സ്ലാങ് എന്ന് പറയുന്നത്
പറയുന്നത് പെർമനൻ്റ് അല്ല ഒരിക്കലും, അത് ഓവർ ടൈം അല്ലേ, കാലം കടന്നു പോകുന്നതിനനുസരിച്ച് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂൾ എന്ന് പറയുകയാണ്. കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് മീൻസ് ഗുഡ് എന്നാണ് അർത്ഥം. ദെൻ ബ്രോ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രണ്ട് എന്നാണ്. ഓസം ദാറ്റ് ഈസ് എക്സലൻറ്റ്. സോ അതെന്താണ്, ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. പണ്ട് നമ്മൾ കൂൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, തണുപ്പ് എന്നായിരുന്നു. പക്ഷേ ഹി വാസ് എ കൂൾ ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഗുഡ് ഗായ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്രണ്ടിന് പകരം നമ്മൾ ബ്രോ എന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. എക്സലൻ്റ് പകരം നമ്മൾ ഓസം എന്ന് യൂസ് ചെയ്യാറുണ്ട്. സോ ദിസ് ഓൾസ് ബിലോങ്സ് ടു ദ സ്ലാങ്. സോ സ്ലാങ് ഹെൽപ്സ് പീപ്പിൾ എക്സ്പ്രസ് ഐഡൻറ്റിറ്റി ആൻഡ് ഫീൽ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. സോ സ്ലാങ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ആളുകൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ സ്ലാങ് എന്താണ്, ഒരു വേ ആണ്. അതോടൊപ്പം തന്നെ ആൻഡ് ഫീൽ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് അല്ലേ, നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ആൻഡ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്നു. Then moving on to the next question, that is modes of communication. നെക്സ്റ്റ് വരുന്നത് modes of communication ആണ്. സോ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്, സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ആണ് രണ്ട് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ ഇമീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഡൈനാമിക് ആണ്, ദാറ്റ് വി ക്യാൻ ചേഞ്ച് ഇറ്റ്. ആൻഡ് ഇൻട്രാക്റ്റീവ് വേർബൽ മോഡ് ദാറ്റ് യൂസസ് ടോൺ. സോ നമ്മളൊരു വേർബൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുക സ്പീച്ചിൽ. ആൻഡ് വി ക്യാൻ യൂസ് ദ we can change the tones and we can use gestures and facial expression to enhance meaning enhance ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. Then writing, a more planned structure and a permanent mode that allows for communication across vast distance and time. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് കുറച്ചും കൂടെ സ്പീച്ചിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആണ്. അത് മാത്രമല്ല പെർമനൻറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും കൂടെയാണ്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരിക്കും അല്ലേ. ദാറ്റ് അലോസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അക്രോസ് വാസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. സോ അതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലോട്ട് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒത്തിരി ടൈം അക്രോസ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഫെർഡിനൻഡ് ഡി സൊഷ്യൂർസ് കോൺസെപ്റ്റ് ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ ആൻഡ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലാങ് ആൻഡ് പരോൾ. സോ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. So Ferdinand de Saussure, often called the father of modern linguistics. So modern linguistics ന്റെ ഫാദർ ആയിട്ട് നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഫെർഡിനൻഡ് ഡി സൊഷ്യൂറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഫെർഡിനൻഡ് ഡി സൊഷ്യൂർ is often called the father of modern linguistics and proposed the language is a system of sign. So ഇപ്പോൾ എന്താണ് സൊഷ്യൂർ പറഞ്ഞത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് സൈൻസ് ആണ്. So according to him, every linguistic sign has two inseparable parts. So അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ലിംഗ്വിസ്റ്റിക് സൈനും എന്തുണ്ട്, അതിന് രണ്ട് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള പാർട്സുകളുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ സൈനിൻ്റെ രണ്ട് പാർട്സുകൾ ഏതൊക്കെയാണ്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് അല്ലേ. സിഗ്നിഫൈഡും സിഗ്നിഫയറുമാണ്. അപ്പം എന്താണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈ? സോ എന്താണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്? സോ സിഗ്നിഫയർ എന്ന് പറയുന്നത് ദ ഫിസിക്കൽ ഫോം ഓഫ് ദ സൈൻ സച്ച് ആസ് എ സ്പോക്കൺ സൗണ്ട് ഓർ എ റിട്ടൺ വേർഡ്. എക്സാമ്പിൾ ദ വേർഡ് കാറ്റ്. സോ സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡാണ്. സോ സിഗ്നിഫയർ ഇസ് ദ വേർഡ്. സൗണ്ട് ഇമേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലേ. സിഗ്നിഫയർ ഇസ് ദ വേർഡ് ആൻഡ് ദ ഫിസിക്കൽ ഫോം ഓഫ് ദ സൈൻ സച്ച് ആസ് സ്പോക്കൺ സൗണ്ട്സ് അല്ലേ. സ്പോക്കൺ സൗണ്ട്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിഗ്നിഫയർ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് റിട്ടൺ വേർഡ്സ്, അതാണ് സിഗ്നിഫയർ. ദാറ്റ് മീൻസ് ദ വേർഡ് കാറ്റ്. ഇപ്പോൾ കാറ്റ് എന്നുള്ള വേർഡ് അതിൽ CAT എന്നുള്ളത് എന്താണ്, സിഗ്നിഫയർ ആണ് എന്നുള്ളതാണ്.
So next signified ആണ്. So the mental concept or meaning associated with that sign. So the mental concept or meaning associated with that sign. അതായത് നമ്മളിപ്പോൾ നേരത്തെ സിഗ്നിഫയർ എന്ന് പറഞ്ഞു, ദാറ്റ് ഇസ് ക്യാറ്റ് അല്ലേ, ക്യാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ആ ഒരു ക്യാറ്റ് എന്നുള്ള വേർഡിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ് ആണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് അല്ലേ. ദ മെൻറ്റൽ കോൺസെപ്റ്റ് ഓർ മീനിങ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സൈൻ. എക്സാമ്പിൾ, ദ ഐഡിയ ഓഫ് എ ഫറി 4-legged ആനിമൽ. ഇപ്പോൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്താ വരുന്നത് അല്ലേ, രോമങ്ങളൊക്കെ ഉള്ള ഒരു 4-legged ആനിമൽ നമ്മുടെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നു, വരുന്നു അല്ലേ. ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്, സൈനിന് 2 പാർട്ടുകളാണുള്ളത്, ഒന്ന് സിഗ്നിഫയറും ഒന്ന് സിഗ്നിഫൈഡും ആണ്. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ദ സൗണ്ട് ഇമേജിനെയാണ് നമ്മൾ സിഗ്നിഫയർ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ദ വേർഡ്. ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞത് അല്ലേ. Then Saussure argued that the connection between the signifier and the signified is arbitrary. So ഇനി Saussure പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിഗ്നിഫയറും തമ്മിലുള്ള ബന്ധം എന്താണ്, കണക്ഷൻ എന്താണ്, ദാറ്റ് ഈസ് ആർബിട്രറി. ദാറ്റ് മീൻസ് ദർ ഈസ് നോ 1-to-1 റിലേഷൻ ബിറ്റ്വീൻ ദ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ്. സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ എന്തില്ല, റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ക്യാറ്റ് എന്നുള്ള വേർഡ് നമ്മൾ പറഞ്ഞു, CAT അല്ലേ, പക്ഷേ ആ വേർഡ് എന്തെങ്കിലും ഒരു കണക്ഷൻ ആ ഒരു ഇമേജുമായിട്ടുണ്ടോ, ഇല്ല. സോ ദാറ്റ് ഈസ് ദ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ് ഈസ് arbitrary എന്നുള്ളതാണ്. There is no natural reason why a particular sound or word should represent a particular concept അല്ലേ. ഒരു പെർട്ടിക്കുലർ സൗണ്ട് എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാച്ചുറൽ റീസൺ ഒന്നും അതിനില്ല. ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിക്കോസ് മെമ്പേഴ്സ് ഓഫ് എ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി എഗ്രി ഓൺ ഇറ്റ്. സോ എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്, സോ ദാറ്റ് members of a language community agree on it എന്നുള്ളതാണ്. Then Saussure also distinguished between lang and parole. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്നുള്ളത് മേ ബി എന്ത് ചെയ്യാം, നമുക്കൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇനി ലാങ് ആൻഡ് പരോളും ഇതുപോലെ തന്നെ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ Saussure also distinguished between lang and parole. സോ ലാങ്ങിനെയും പരോളിനെയും എന്ത് ചെയ്യാണ്, Saussure ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. സോ എന്താണ് പറയുന്നത്, ലാങ് റെഫേഴ്സ് ടു ദ ഷെയർഡ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് റൂൾസ്, ആൻഡ് ഇറ്റ് ഈസ് ദ കളക്റ്റീവ് ആൻഡ് അബ്സ്ട്രാക്ട് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. സോ എന്താ പറഞ്ഞിട്ടുള്ളത്, സോ ലാങ് എന്ന് പറയുന്നത് എന്താണ്, ദ ഷെയർഡ് സിസ്റ്റം ഓഫ് എ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ദ ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് റൂൾസ്. ഇപ്പോൾ ലാങ് എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടർലൈൻ സിസ്റ്റത്തിനെയാണ്, ഒരു ലാംഗ്വേജിൻ്റെ അണ്ടർലൈൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ലാങ് എന്ന് പറയുന്നത് അല്ലേ. സോ അണ്ടർലൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ദ ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് ദ റൂൾസ് അല്ലേ. ഇപ്പോൾ ഏതൊരു ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ലാംഗ്വേജിന് ഒരു റൂൾസ് ഉണ്ടായിരിക്കും, ആ റൂൾസിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് is the parole? So parole refers to the actual use of language by individuals in speaking or writing. So parole is the individual utterance. So parole എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ അട്ടറൻസ് ആണ്. സോ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈവൻ ഓരോ സെറ്റ് ഓഫ് റൂൾസുകൾ ഉണ്ട് എങ്കിൽ പോലും വി സ്പോക്ക് ഡിഫറെൻ്റ്ലി. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്, ഡിഫറെൻ്റ്ലി ആണ് നമ്മൾ സംസാരിക്കുന്നത്. സോ പരോൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അട്ടറൻസ് ആണ്. സോ ഓരോ വ്യക്തിയും സംസാരിക്കുന്നതാണ് ഇൻഡിവിജ്വൽ അട്ടറൻസ്. സോ that is parole. So in short, language is the underlying system of language, while parole is the individual use of that system in communication. So in short, നമ്മൾ പറയുകയാണെങ്കിൽ lang എന്ന് പറയുന്നത് the underlying system of a language, that means the grammar, vocabulary and rules, and parole is the individual use of that system in communication. Then moving on to the next question, that is compare and contrast syntagmatic and paradigmatic. So
ഇതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് syntagmatic and paradigmatic relations explain how language elements are combined and selected. So what is a syntagmatic relation? So എന്താണ് syntagmatic എന്ന് പറഞ്ഞാൽ syntagmatic relation are the relationship between words arranged in a sequence within a sentence, and they focus on how words are combined according to grammatical rules to create meaning. So syntagmatic relations എന്ന് പറഞ്ഞാൽ the relations are between words arranged in a sequence. So ഒരു സീക്വൻസിൽ വേർഡ്സുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ. ദേ ഫോക്കസ് ഓൺ ഹൗ വേർഡ്സ് ആർ കമ്പൈൻഡ് അക്കോർഡിംഗ് ടു ഗ്രാമാറ്റിക്കൽ റൂൾസ് ആൻഡ് ടു ക്രിയേറ്റ് മീനിങ്. സോ അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വേർഡ്സുകൾ എന്ത് ചെയ്തത് കമ്പൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസിന് അനുസരിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദ കാറ്റ് ചേസ്ഡ് ദ മൗസ് അല്ലേ, നോക്കൂ, ദ കാറ്റ് ചേസ്ഡ് ദ മൗസ്. സോ then the word must appear in a particular order. If the word is changed, the meaning may change or become unclear. So ഇപ്പോൾ the cat chased the mouse എന്നുള്ളതാണ്. സോ അപ്പോൾ അവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേർഡിൻ്റെ ഓർഡർ എവിടെയെങ്കിലും മിസ്സായി പോയാൽ അല്ലെങ്കിൽ അത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, അതിൻ്റെ മീനിങ്ങിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ദസ് syntagmatic relations deals with the linear combination of linguistic elements. So next paradigmatic relation ആണ്. So paradigmatic relations are the relationship between elements that can replace one another. So paradigmatic relations എന്ന് പറയുന്നത് എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ റീപ്ലേസ് വൺ അനദർ. സോ ഇപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റിനെ മറ്റൊന്നുമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്യും, പാരാഡിഗ്മാറ്റിക് റിലേഷൻസിൽ സാധിക്കും എന്നുള്ളതാണ്. സോ സെയിം പൊസിഷനിലുള്ള ഒരു സെൻറ്റൻസിൽ സെയിം പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ മാറ്റാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വേർഡ്സുകളിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. എക്സാമ്പിൾ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദ സെൻറ്റൻസ് the cat chased the mouse അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു the cat chased the mouse. Then the word cat can be replaced by dog, lion or boy അല്ലേ. സോ ഇനി നമുക്ക് ഇതിലെ ക്യാറ്റ് എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, അത് ഈ വേർഡ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, the cat chased the mouse എന്നുള്ളത് the dog chased the mouse, then the lion chased the mouse, the boy chased the mouse എന്നുള്ളതാക്കി മാറ്റാൻ സാധിക്കും. So these words belong to the same paradigm because they can occupy the same position in the sentence. സോ ഇതെന്താണ്, ഇതൊരു പാരാഡിഗ്മാണ്. അതായത് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ പൊസിഷനിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല. സിൻടാഗ്മാറ്റിക് ആകുമ്പോൾ അവിടെ പൊസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പാരാഡിഗ്മാറ്റിക് റിലേഷൻസ് ഡീൽ വിത്ത് ദ ചോയ്സ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ അവൈലബിൾ വിത്തിൻ ദ ലാംഗ്വേജ് സിസ്റ്റം. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാരാഡിഗ്മാറ്റിക് റിലേഷൻസ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്ന എന്താണ്, ദ ചോയ്സസ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ അവൈലബിൾ വിത്തിൻ ദ ലാംഗ്വേജ് സിസ്റ്റം, ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. Then discuss the significance of sociolinguistics and psycholinguistics as specialized branches of linguistics. So sociolinguistics and psycholinguistics are two major branches of linguistics because they connect language with society and the human mind. So sociolinguisticsum അതുപോലെ തന്നെ psycholinguisticsum എന്താണ്, രണ്ട് മേജർ ബ്രാഞ്ചസ് ആണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ. സോ അപ്പോൾ എന്താണ് സോഷ്യോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സോഷ്യോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. സോ ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സോഷ്യോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ് എക്സാമിൻ ചെയ്യുന്നത്, ഹൗ ലാംഗ്വേജ് ചേഞ്ച് ആൻഡ് വേരീസ് അക്കോർഡിംഗ് ടു സോഷ്യൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഏജ്, ജെൻഡർ, എത്നിസിറ്റി, സോഷ്യൽ ക്ലാസ് ആൻഡ് ജിയോഗ്രഫിക്കൽ റീജിയൻ. സോ ഇതെന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യുന്നത്, ഹൗ ലാംഗ്വേജ് ചേഞ്ചസ് ആൻഡ് വേരീസ് അക്കോർഡിംഗ് ടു സോഷ്യൽ ഫാക്ടേഴ്സ്. സോ സോഷ്യൽ ഫാക്ടേഴ്സിനനുസരിച്ച് എങ്ങനെയാണ് ലാംഗ്വേജ് വാരി ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഏജ്, ജെൻഡർ, എത്നിസിറ്റി, സോഷ്യൽ ക്ലാസ്, അതുപോലെ ജിയോഗ്രഫിക്കൽ റീജിയൻ, ഇതിനനുസരിച്ച് എങ്ങനെ
ലാംഗ്വേജിൽ ഡിഫറൻസ് വരുന്നു എന്നുള്ളതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നത്. സോ ഈ ഒരു ഡിഫറൻസസ് എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, വൊക്കാബുലറിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഗ്രാമർ എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഷോ ഹൗ ലാംഗ്വേജ് റിഫ്ലക്ട് സോഷ്യൽ ഐഡൻറ്റിറ്റി, ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, പവർ റിലേഷൻസ് ആൻഡ് കൾച്ചറൽ നോംസ്. സോ നെക്സ്റ്റ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് കാണിക്കുന്നുണ്ട്? The social identity and a group membership and power relation and the cultural norms are presenting. Then psycholinguistics ആണ് നെക്സ്റ്റ് വരുന്നത്. സൈക്കോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദ ഹ്യൂമൻ മൈൻഡ്. സോ ലാംഗ്വേജും ഹ്യൂമൻ മൈൻഡും തമ്മിലുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? സൈക്കോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇത് ലാംഗ്വേജ് അക്യൂസേഷനെയാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ദ മെൻ്റൽ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ലാംഗ്വേജ് അക്യൂസേഷൻ. സോ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന സമയത്തുള്ള മെൻ്റൽ പ്രോസസ്സിനെയാണ് സൈക്കോലിംഗ്വിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ സൈക്കോലിംഗ്വിസ്റ്റിക്സ് എന്ത് യൂസ് ചെയ്യുന്നു? They use experiments and techniques such as brain studies to understand how children learn language. കുട്ടികൾ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്, സോ എങ്ങനെയാണ് മീനിങ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ആൻഡ് ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോലിംഗ്വിസ്റ്റിക്സുകൾ എന്ത് ചെയ്യുന്നു? എക്സ്പെരിമെൻറ്റ്സുകളും ടെക്നിക്സുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിൻ സ്റ്റഡീസുകളെല്ലാം നടത്താറുണ്ട്. സോ ഇപ്പോൾ നമ്മൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്കും സൈക്കോ ലിംഗ്വിസ്റ്റിക്സും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അനലൈസ് നോം ചോംസ്കി തിയറീസ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ, ദാറ്റ് ഈസ് UG, ആൻഡ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. സോ he proposed the theory of universal grammar. സോ നോം ചോംസ്കി ആണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഓൾദോ ഹ്യൂമൻ ലാംഗ്വേജ് ലുക്ക് ഡിഫറെൻറ്റ് ഓൺ ദ സർഫസ് അല്ലേ, സർഫസ് ലെവലിൽ നമുക്ക് എന്തായിരിക്കും? ഹ്യൂമൻ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് തോന്നും. ബട്ട് ദേ ഷെയർ എ കോമൺ അണ്ടർലൈൻ സ്ട്രക്ചർ. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോമൺ അണ്ടർലൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Universal principles present in the human mind. So to explain how children learn language so quickly and effortlessly, Chomsky introduced the idea of a language acquisition device. So കുട്ടികൾ എങ്ങനെയാണ് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഈ ഒരു ലാംഗ്വേജ് ക്വിക്ക്ലി എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചോംസ്കി ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് എ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ. ചോംസ്കി എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. Then this is a hypothetical mental mechanism that helps children automatically learn and process language. So ഇതൊരു ഹൈപ്പോതെറ്റിക്കൽ ഒരു മെൻ്റൽ മെക്കാനിസം ആണ് ആക്ച്വലി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. സോ ആൻഡ് അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? കുട്ടികളെ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാനും ലേൺ ചെയ്യാനും എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. Then Chomsky also refined Ferdinand de Saussure's idea by distinguishing between competence and performance. Actually, സൊഷ്യൂറിൻ്റെ ലാങ് ആൻഡ് പരോള് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ അതിന് ഏകദേശം എന്താണ്? സിമിലർ ആണ് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ കോമ്പീറ്റൻസ് റെഫേഴ്സ് ടു എ സ്പീക്കേഴ്സ് ഇൻറ്റേർണൽ ഐഡലൈസ്ഡ് നോളജ് ഓഫ് ദെയർ ലാംഗ്വേജ്. സോ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലേ, ഒരു സ്പീക്കറിൻ്റെ ഇൻറ്റേർണൽ നോളജ്, ഒരു ലാംഗ്വേജിനെ കുറിച്ചുള്ള ഇൻറ്റേർണൽ നോളജിനെയാണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ അൺകോൺഷ്യസ് സിസ്റ്റം ഓഫ് റൂൾസ് ദാറ്റ് അലോസ് എ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രൊഡ്യൂസ് ആൻ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സെൻറ്റൻസസ്. സോ ഈ ഒരു സിസ്റ്റമാണ് എന്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്? സിസ്റ്റം ഓഫ് റൂൾസ് ദാറ്റ് അലോസ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ്. ഓരോ വ്യക്തിക്കും എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം? അൺലിമിറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, സെൻറ്റൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, പ്രൊഡ്യൂസ് ചെയ്യാനും, അൺലിമിറ്റഡ് നമ്പർ ഓഫ് സെൻറ്റൻസസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പെർഫോമൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ പെർഫോമൻസ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. സോ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന
language ആണ്. So and it is the practical application of competence and may include errors due to memory limitation. So actually competence in the practical application ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എറേഴ്സുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് മെമ്മറി ലിമിറ്റേഷൻസ് കൊണ്ടും ഡിസ്ട്രാക്ഷൻസ്, അതുപോലെ ഫെറ്റീഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു കോമ്പീറ്റൻസിൽ കോമ്പീറ്റൻസ് നമ്മൾ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് പെർഫോമൻസ് ആവുന്നു. അങ്ങനെ എറേഴ്സുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസുകളും ഡിസ്ട്രാക്ഷനൊക്കെ വന്നാൽ എന്താണ്, എറേഴ്സുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. The next question is, define phonology and explain its fundamental units of study, especially phonemes, allophones and minimal pairs. So നമ്മൾ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫോണീംസ്, അലോഫോൺസ് ആൻഡ് മിനിമൽ പെയേഴ്സ് ആണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഫോണോളജി എന്താണെന്ന് പറയണം. സോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ആണ് ഫോണോളജി എന്ന് പറയുന്നത്. So that studies how speech sounds are selected, organized and used within a particular language system. So ഇതെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആക്ച്വലി ഫോണോളജി എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. സോ ഇത് സ്പീച്ച് സൗണ്ട്സുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദെൻ although humans can produce many different sounds, each language chooses only a limited set of sounds based on its historical, social and cultural developments. So human can produce many different sounds. Like human beings എന്ത് ചെയ്യാം, ഒരുപാട് ഡിഫറെൻറ്റ് സൗണ്ട്സുകൾ, ലാംഗ്വേജുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോ ലാംഗ്വേജും എന്താണ്, അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ടാവുക. ബിക്കോസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് ലിമിറ്റഡ് ആയിരിക്കും എല്ലാം എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഫോണോളജിയുടെ യൂണിറ്റ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. ദാറ്റ് ഈസ് ഫോണീംസ് ആണ്. ഫോണീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് സൗണ്ട് ദാറ്റ് ക്യാൻ ഡിസ്റ്റിങ്വിഷ് മീനിങ് ഇൻ ലാംഗ്വേജ്. സോ ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോണീംസ് എന്ന് പറയുന്നത്. സോ ചേഞ്ചിങ് വൺ ഫോണീം ക്യാൻ ചേഞ്ച് ദ മീനിങ് ഓഫ് എ വേർഡ്. സോ ഒരു ഫോണീം ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വേർഡിൻ്റെ മീനിങ് തന്നെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. P and P are phonemes because replacing P with P change pat into bat അല്ലേ. ഇപ്പോൾ P, B എന്നുള്ള 2 കൺസണൻറ്റ് സൗണ്ട്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്ത് ചെയ്യാണ്, പാറ്റ് എന്നുള്ള വേർഡാണ്. പാറ്റ് എന്നുള്ള വേർഡിൽ നമ്മൾ പി എ അല്ലെങ്കിൽ P എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഭ എന്നുള്ള സൗണ്ടിലോട്ട് മാറ്റുകയാണെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ മീനിങ് ആൻഡ് ദ വേർഡ് ഓൾസോ അല്ലേ. പാറ്റ് എന്നായിരിക്കും ആദ്യം വരിക, അത് ഭയിലോട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, ബാറ്റായിട്ട് മാറുന്നു അല്ലേ. സോ അപ്പോൾ വേർഡും ചേഞ്ച് ചെയ്തു, മീനിങ്ങും ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വരുന്നത് അലോഫോൺസ് ആണ്. സോ അലോഫോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ സെയിം ഫോണീം. സോ ഒരു സെയിം ഫോണീമിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനെയാണ് നമ്മൾ അലോഫോൺസ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ചേഞ്ച് മീനിങ്, ദേ ഓൺലി വാരി ഡിപ്പെൻഡിങ് ഓൺ കോണ്ടെക്സ്റ്റ്. സോ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മീനിങ് ചേഞ്ച് ചെയ്യുന്നില്ല. ദേ ഓൺലി വാരി ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഫോർ എക്സാമ്പിൾ, ദ P sound in pin is aspirated, while in spin it is unaspirated. Both are allophones of the same phoneme P. So P എന്നുള്ള അലോഫോൺസിൻ്റെ P എന്നുള്ള ഫോണീമിൻ്റെ അലോഫോൺസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് പിൻ എന്നുള്ളതിലെ P സൗണ്ടും സ്പിൻ എന്നുള്ളതിലെ P സൗണ്ടും. ദെൻ മിനിമൽ പെയേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് മിനിമൽ പെയേഴ്സ് ആർ പെയേഴ്സ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡിഫർ ബൈ ഓൺലി വൺ സൗണ്ട്. ദേ ഹെൽപ്പ് ഡിറ്റർമിൻ വെദർ എ സൗണ്ട് ഫങ്ഷൻ ആസ് എ സെപ്പറേറ്റ് ഫോണീം ഇൻ എ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, tar and car differ by only one sound അല്ലേ. സോ മിനിമൽ പെയേഴ്സ് ഓഫ്
പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പെയർ ഓഫ് വേർഡ്സ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു സൗണ്ടിലായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് വരുന്നത്. സോ ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്, ആ ഒരു സൗണ്ടിൻ്റെ ഫങ്ഷനും അത് മറ്റൊരു ഫൊണീമിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ടാർ എന്നുള്ള സൗണ്ടും കാർ എന്നുള്ള സൗണ്ടും. സോ ഇവിടെ ഒരേ ഒരു സൗണ്ടിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് വരുന്നത്. സോ ഒന്നിൽ ഠ എന്നുള്ള സൗണ്ടാണ്, മറ്റൊന്നിൽ ഖ എന്നുള്ള സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. സോ ആ രണ്ട് സൗണ്ടിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് വരുന്നത്. സോ ദാറ്റ് ഈസ് മിനിമൽ പെയേഴ്സ്. So next question, distinguish between segmental and suprasegmental features of speech and discuss their importance in communication എന്നുള്ളതാണ്. So in phonology, speech is analyzed through two main types of features, segmental and സപ്രാസെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് അല്ലേ. സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് ആണ്. സോ എന്താണ് സെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? സോ സെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്പീച്ച്. സോ സെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പീച്ചിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്. സോ അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും? ഇൻഡിവിജ്വൽ സൗണ്ട്സ് സച്ച് ആസ് കൺസണൻസ് ആൻഡ് വവൽസ്. എന്തൊക്കെ ഉണ്ടായിരിക്കും? കൺസണൻസും വവൽസും ഉണ്ടായിരിക്കും. ആൻഡ് ദീസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ സ്പോക്കൺ ലാംഗ്വേജ്. സോ ഒരു സ്പോക്കൺ ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, കൺസണൻസ് ആൻഡ് വവൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെപ്രാസെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് ആണ്. ദാറ്റ് ഈസ് സെപ്രാസെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് ഗോ ബിയോണ്ട് ഇൻഡിവിജ്വൽ സൗണ്ട്സ് ആൻഡ് എക്സ്റ്റെൻഡ് ഓവർ ലാർജ് യൂണിറ്റ് സച്ച് ആസ് സിലബിൾ, വേർഡ്സ് ഓർ എൻറ്റയർ സെൻറ്റൻസസ്. ഇപ്പോൾ സെപ്രാസെഗ്മെൻറ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഇൻഡിവിജ്വൽ വോയിസിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സൗണ്ടിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, സിലബിൾസ്, വേർഡ്സ് ഓർ എൻറ്റയർ സെൻറ്റൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇൻറ്റോണേഷൻ, സ്ട്രെസ്, പിച്ച് ആൻഡ് റിതം ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. സോ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ആഡ് എക്സ്പ്രഷൻ, ക്ലാരിറ്റി ആൻഡ് അഡീഷണൽ മീനിങ്. സോ ഈ ഒരു ഫീച്ചേഴ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ബിക്കോസ് ദേ ആഡ് എക്സ്പ്രഷൻസ് അല്ലേ. അത് എന്ത് ചെയ്യുന്നു? എക്സ്പ്രഷൻസും ക്ലാരിറ്റിയും അഡീഷണൽ മീനിങ്ങും എന്ത് ചെയ്യുന്നു? ലിറ്ററൽ മീനിങ്ങിനപ്പുറത്തേക്ക് ഒരു അഡീഷണൽ മീനിങ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സെൻറ്റൻസ് യു ആർ ഗോയിങ് ഹോം can be either a statement or a question depending on the intonation or the tone used, even though the segmental structure, the words and the sounds remain the same. So ഇപ്പോൾ you are going home എന്നുള്ള വേർഡ് അല്ലേ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ദ ഇൻറ്റോണേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റോണേഷൻ അനുസരിച്ചായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട് അല്ലെങ്കിൽ ടോണിനനുസരിച്ചായിരിക്കും അതിൻ്റെ മീനിങ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത് അല്ലെ. അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ എന്താണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സുകളും സെയിം ആണ് എങ്കിൽ പോലും ടോണിനനുസരിച്ച് ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. Then the next, analyze the concept of word stress in English and explain how stress shift affect meaning. So എന്താണ് word stress എന്ന് പറയുന്നത്? So word stress refers to the extra emphasis given to one syllable in a word. A stressed syllable is pronounced with greater force, higher pitch and longer duration than the others. So word stress എന്ന് പറഞ്ഞാൽ എന്താണ്? Word stress refers to the extra emphasis given to one syllable in a word. So ഒരു വേർഡിലെ ഒരു സിലബിളിന് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. A stressed syllable is pronounced with greater force. സോ ഇപ്പോൾ ഒരു സ്ട്രെസ്ഡ് സിലബിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണത് പറയുന്നത്? ഒരു ഗ്രേറ്റർ ഫോഴ്സ് നമ്മളത് കൊടുക്കും, കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുന്നു. കുറച്ച് ഹൈ പിച്ചിലായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ദെൻ ലോങ്ങർ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും ദാൻ ദ അതർ വേർഡ്സ്. which while language
like Malayalam do not depend heavily on word stress. English relies on it for rhythm and clear meaning. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിനപ്പുറത്തേക്ക് മലയാളം എന്നുള്ളൊരു ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല, സ്ട്രെസ് ഇല്ല. മലയാളം എന്ത് ചെയ്യുന്നില്ല, ഡു നോട്ട് ഡിപ്പെൻഡ് ഹെവിലി ഓൺ വേർഡ് സ്ട്രെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടല്ല മലയാളം ലാംഗ്വേജ് പോകുന്നത്. പക്ഷേ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ദ കീ ഫീച്ചർ ഓഫ് ഇംഗ്ലീഷ് ഇസ് സ്ട്രെസ് ഷിഫ്റ്റ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്ട്രെസ് ഷിഫ്റ്റ് ആണ്. വേർ സ്ട്രെസ് മൂവ്സ് ഫ്രം വൺ സിലബിൾ ടു another depending on grammatical function or word formation. സോ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിലബിളിൽ നിന്നും മറ്റൊന്നിലോട്ട് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. സ്ട്രെസ് മൂവ്സ് ഫ്രം വൺ സിലബിൾ ടു അനദർ. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേർഡ് ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് നമ്മൾ അഫിക്സസും പ്രിഫിക്സസും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. സോ എക്സാമ്പിൾ ഓഫ് സ്ട്രെസ് ഷിഫ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നൗണും വേർബുമായിട്ട് എങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ നൗൺ ആയിരിക്കാം, ചിലപ്പോൾ ആ ഒരു വേർഡ് തന്നെ നമുക്ക് എന്താണ് വേർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് നൗൺ വേഴ്സസ് വേർബാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു വേർഡ് തന്നേക്കുവാണ്. സോ ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് എവിടെയാണ്, ഇവിടെയാണ് അല്ലേ, ദാറ്റ് ഈസ് കോൺവിക്ട്. സോ എന്താണ്, കോൺവിക്ട്. So that means a person, അതൊരു noun ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. that is a person who has been found guilty. അല്ലേ, ഒരാൾക്ക് ഗിൽറ്റി ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യാം. then next, that is convict. so that is a verb. so convict, so that is a person to prove someone guilty. സോ എന്താണ്, ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്, someone guilty ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ്. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു തന്നെയാണ് തന്നിട്ടുള്ളത്, എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ്. നെക്സ്റ്റ് പ്രസൻറ്റ് അല്ലേ, എന്താണ് പ്രസൻറ്റ്, ദെൻ പ്രസൻറ്റ്. സോ എന്താണ്, ഫസ്റ്റ് എന്ന് പറയുന്നത് നൗൺ ആണ്, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. മറ്റത് നമ്മൾ എന്താണ്, സംതിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. മറ്റത് പ്രസൻറ്റ് ആണ്, മറ്റൊന്ന് പ്രസൻറ്റ് ആണ്. സോ ദെൻ കോമ്പൗണ്ട് വേർഡ്സുകൾ ഉണ്ടാവാറുണ്ട്. സോ സ്ട്രെസ് ക്യാൻ ഓൾസോ ചേഞ്ച് മീനിങ് ഇൻ കോമ്പൗണ്ട് ഫോംസ്. കോമ്പൗണ്ട് വേർഡ്സുകളിൽ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രെസ് മീനിങ് ചേഞ്ച് ചെയ്യാറുണ്ട്. സോ നോക്കൂ, ബ്ലാക്ക് ബേർഡ്, a specific species of bird എന്നാണ് അർത്ഥം. then black bird, so that is any bird that is black എന്നുള്ളതാണ്. സോ എന്താണ്, any bird that is in black അല്ലേ. സോ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് ബേർഡ്. സോ ദാറ്റ് ഈസ് ഒരു സ്പെസിഫിക് സ്പീഷീസ് ഓഫ് ബേർഡ് ആണ്. ദെൻ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, എനി ബേർഡ് ദാറ്റ് ഈസ് ഇൻ ബ്ലാക്ക് കളർ. Then moving on to the next question, that is compare stress timed and syllable timed rhythm and describe common intonation patterns എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So rhythm is the pattern of stress and pauses in speech that give language a musical quality. Language are broadly classified into two types based on rhythms. So rhythm എന്ന് പറയുന്നത് എന്താണ്, is the pattern of stresses അല്ലേ. സോ സ്ട്രെസ്സസിൻ്റെ ഒരു പാറ്റേൺ ആണ് rhythm എന്ന് പറയുന്നത്. എവിടെയാണത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻ സ്പീച്ച്. സോ ദാറ്റ് ഗീവ്സ് ലാംഗ്വേജ് എ മ്യൂസിക്കൽ ക്വാളിറ്റി. സോ rhythm എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലാംഗ്വേജിന് ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് rhythm അല്ലേ. ദെൻ language are broadly classified into two types based on rhythm. ഇനി റിതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാംഗ്വേജിനെ തന്നെ എന്ത് ചെയ്യാം, രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്ട്രെസ് ടൈംഡ് റിതവും, രണ്ട് സിലബിൾ ടൈംഡ് റിതവുമാണ്. സോ ഫസ്റ്റ് സ്ട്രെസ് ടൈംഡ് റിതമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് സ്ട്രെസ് ടൈംഡ് റിതത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇൻ സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് stressed syllable occur at regular intervals
While the number of unstressed syllables between them may vary, this creates bouncy, uneven rhythm in speech. So in stress timed language, അപ്പോൾ ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജിൽ സ്ട്രെസ്ഡ് സിലബിൾസ് എന്തായിരിക്കും, ഒരു റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ. സോ വൈൽ ദ നമ്പർ ഓഫ് അൺസ്ട്രെസ്ഡ് സിലബിൾ ബിറ്റ്വീൻ ദം മേ വാരി. സോ അതിനർത്ഥം എന്താണ്, ഇപ്പോൾ ഒരു സ്പീച്ച് നമ്മൾ ഇംഗ്ലീഷിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിൾസും അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ തന്നെ അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിൾസും ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഗീവ്സ് എ റിതം. സോ അത് നമ്മൾ വായിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിനൊരു റിതം അല്ലെങ്കിൽ ഒരു ബൗൺസി നേച്ചർ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിലബിൾ ടൈംഡ് റിതം ആണ് നെക്സ്റ്റ് വരുന്നത്. സോ മലയാളവും ജാപ്പനീസുമാണ് അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇൻ സിലബിൾ ടൈംഡ് ലാംഗ്വേജ് ഈച്ച് syllable takes approximately the same amount of time to pronounce, and the result in a more even regular metronomic rhythm. സോ എന്താണ് സിലബിൾ ടൈംഡ് റിതം എന്ന് പറയുന്നത്? സോ ദാറ്റ് ഇസ് മലയാളം ആൻഡ് ജാപ്പനീസ് ആണ് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. സിലബിൾ ടൈംഡ് ലാംഗ്വേജിൽ ഓരോ സിലബിളും അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും, ആ ഒരു സെയിം എമൗണ്ട് ഓഫ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത് എന്ത് റിസൾട്ടിന് കാരണമാകുന്നു, ഈവൻ റെഗുലർ ആൻഡ് മെട്രോണോമിക് റിതം ക്രിയേറ്റ് ചെയ്യും. ദിസ് റിസൾട്ട് ഇൻ എ മോർ ഈവൻ ആൻഡ് റെഗുലർ മെട്രോണോമിക് റിതത്തിന് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇൻഡോണേഷൻ ആണ്. ഇൻഡോണേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, റൈസിങ് ആൻഡ് ഫോളിങ് പിച്ച് പാറ്റേൺസിനെയാണ് നമ്മൾ ഇൻഡോണേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഫോളിങ് പിച്ചും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റൈസിങ് പിച്ചും ഉണ്ട്. സോ ദാറ്റ് എക്സ്പ്രസ് മീനിങ്, ഇമോഷൻസ് ആൻഡ് സ്പീക്കർ ഇൻറ്റൻഷൻ. കോമൺ ഇൻഡോണേഷൻ പാറ്റേൺസുകൾ ഒന്നാണ് ഫോളിങ്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ്, കമാൻഡ്സ്, കംപ്ലീറ്റ് തോട്ട്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളിങ് പിച്ച് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൈസിങ് ആണ്. റൈസിങ് യൂസ്ഡ് ഫോർ ക്വസ്റ്റ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് റൈസിങ് യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ്, ഫോർ ക്വസ്റ്റ്യൻസ്, അൺസർട്ടൈനിറ്റി ഓർ ഡിസ്ബിലീഫ്. സോ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൈസിങ് ഫോളിങ് ആണ് നെക്സ്റ്റ് വരുന്ന ഇൻഡോണേഷൻ, ദാറ്റ് ഈസ് റൈസിങ് ഫോളിങ്. ഇതിൻ്റെ എല്ലാം എന്ത് പഠിച്ചു വെക്കണം, ഈ ഒരു സിമ്പലുകൾ പഠിച്ചു വെക്കണം. ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ റൈസിങ് ഫോളിങ് യൂസ്ഡ് ഫോർ ലിസ്റ്റ് ഓർ സജഷൻ. സോ റൈസിങ് ഫോളിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലിസ്റ്റോ അല്ലെങ്കിൽ സജഷൻസോ പറയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോളിങ് റൈസിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, യൂസ് ടു ഷോ സർക്കാസം ഓർ ടു ഇൻവൈറ്റ് കണ്ടിന്യൂഷൻ അല്ലേ. സർക്കാസം പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂഷന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളിങ് റൈസിങ് യൂസ് ചെയ്യുന്നത്. Then the next question, that is explain the criteria for classifying consonants and vowels and the purpose of cardinal vowels. So criteria for classifying consonants and vowels. Vowelsum consonantsum നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? What are the criteria for that? So phonemes are systematically classified based on their articulatory features using the International Phonetic Alphabet. So that is IPA. So phonemes are systematically classified based on their articulation. So phonemes എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ആർട്ടിക്കുലേഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കൺസണൻസ്. സോ കൺസണൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു 3 മെയിൻ ഫീച്ചേഴ്സ്. 3 മെയിൻ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൺസണൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഒന്നെന്ന് പറയുന്നത് എന്താണ്, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. That means where the sound is produced in the vocal tract. Example, bilabial. So എവിടെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, വോക്കൽ ട്രാക്റ്റിൽ എവിടെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കിയിട്ടാണ് ഒന്ന്. നെക്സ്റ്റ് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. ദാറ്റ് മീൻസ് ഹൗ ദ എയർ ഫ്ലോ ഈസ് കൺട്രോൾഡ് ഡ്യൂറിങ് സൗണ്ട് പ്രൊഡക്ഷൻ. സോ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ ബേസിൽ. നെക്സ്റ്റ് വോയിസിങ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് വെദർ ദ വോക്കൽ കോർഡ്സ് വൈബ്രേറ്റ് വൈൽ പ്രൊഡ്യൂസിങ് ദ സൗണ്ട്സ്. സോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് 3 നോക്കിയിട്ടാണ് ഒരു കൺസണൻസ് എന്ത് ചെയ്യുന്നത്,
ഒരു കൺസണൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, ദെൻ വോയിസിങ്. നെക്സ്റ്റ് വവൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വവൽസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ആൻ ഓപ്പൺ വോക്കൽ ട്രാക്ക് ആൻഡ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ടങ് ഹൈറ്റ്. സോ ഇനി വവൽസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഓപ്പൺ വോക്കൽ ട്രാക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അതിൽ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വവൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഒന്ന് ടങ്ങിൻ്റെ ഹൈറ്റ് ആണ്, അതായത് ഹൈ, മിഡ് ഓർ ലോ പൊസിഷൻ ഓഫ് ദ ടങ്. ടങ്ങിൻ്റെ പൊസിഷൻ എവിടെയാണ്, അതായത് നമ്മുടെ നാവിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയിട്ടാണ്. ചിലപ്പോൾ ഹൈ ആയിരിക്കാം, മിഡിലായിരിക്കാം, അല്ലെങ്കിൽ ലോ പൊസിഷനിലായിരിക്കാം. നെക്സ്റ്റ് ടങ് ബാക്ക്നെസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ വെദർ ദ ടങ് ഇസ് പൊസിഷനഡ് അറ്റ് ദ ഫ്രണ്ട്, സെൻട്രൽ ഓർ ബാക്ക് ഓഫ് ദ മൗത്ത് അല്ലേ? സോ ടങ് ബാക്ക്നെസ് എങ്ങനെ വരുന്നത്? വെദർ ദ ടങ് ഈസ് പൊസിഷനഡ് അറ്റ് ദ ഫ്രണ്ട് അല്ലേ? സോ ഫ്രണ്ടിലാണോ ടങ്ങിൻ്റെ പൊസിഷൻ വരുന്നത്, ഓർ സെൻട്രൽ ഭാഗത്താണോ, അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ മൗത്ത് അല്ലേ? മൗത്തിൻ്റെ ഫ്രണ്ടിലാണോ, അതുപോലെ തന്നെ എന്താണ് സെൻട്രലിലാണോ, അല്ലെങ്കിൽ മൗത്തിൻ്റെ ബാക്കിലാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു വവൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ലിപ്പിൻ്റെ ഷേപ്പാണ്. സോ നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ലിപ്പിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നതിനനുസരിച്ച് വെദർ ദ ലിപ്സ് ആർ റൗണ്ടഡ്, സ്പ്രെഡ് ഓർ ന്യൂട്രൽ അല്ലേ? നമ്മുടെ ലിപ്പ് റൗണ്ടഡ് ആയിട്ടാണോ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്നത്, ഓർ സ്പ്രെഡ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വവ്വലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വവ്വലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ടങ് ഹൈറ്റ്, ടങ് ബാക്ക്നെസ് ആൻഡ് ലിപ്പ് ഷേപ്പ്. നെക്സ്റ്റ് കാർഡിനൽ വവൽസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ വവൽസ്, cardinal vowels are a set of ideal references, vowel sounds developed by Daniel Jones. They are used by linguistics to describe and compare vowel sounds across languages. So cardinal vowels എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് ആണ്. സോ ദാറ്റ് മീൻസ് vowel sounds developed by Daniel Jones. സോ vowel sound ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? വവൽ സൗണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഡാനിയൽ ജോൺസ് ആണ്. ദേ ആർ യൂസ്ഡ് ബൈ ലിംഗ്വിസ്റ്റിക്സ് ടു ഡിസ്ക്രൈബ് ആൻഡ് കമ്പയർ വവൽ സൗണ്ട്സ് അക്രോസ് ലാംഗ്വേജ്. സോ ലാംഗ്വേജിലുള്ള മുഴുവൻ വവൽസിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു കാർഡിനൽ വവൽസ് എന്നുള്ള ഈ ഒരു സെറ്റ് ഓഫ് ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് വവൽസ് റെപ്രസെൻറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ ഓഫ് ടങ് ഹൈറ്റ് ആൻഡ് ലിപ്പ് ഷേപ്പ് ആൻഡ് സെർവ് ആസ് എ സ്റ്റാൻഡേർഡ് റെഫറൻസ് സിസ്റ്റം. സോ ദീസ് വവൽസ് റെപ്രസെൻറ്റ്സ്, അപ്പോൾ ഈ കാർഡിനൽ വവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടങ് ഏറ്റവും എക്സ്ട്രീം ഹൈറ്റിലായിരിക്കും. സോ അതോടൊപ്പം തന്നെ എന്തായിരിക്കും ലിപ്പിൻ്റെ ഷേപ്പ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കാർഡിനൽ വവലിനെ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഈവൻ ദോ ദേ ആർ not exact sounds found in most natural language. So even though they are not exact sound, even അതൊരു exact sound അല്ല എങ്കിൽ പോലും that can be found in most natural languages. എല്ലാ നാച്ചുറൽ ലാംഗ്വേജസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാണാൻ സാധിക്കും. Then contrast, the next question is contrast received pronunciation with general Indian English and discuss the role of phonetic transcription. So നമുക്കറിയാം റിസീവഡ് പ്രൊനൗൺസിയേഷൻ, ദാറ്റ് ഇസ് ആർ പിയെ കോൺട്രാസ്റ്റ് ചെയ്യാൻ എന്തുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യണം? ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ റോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് റിസീവഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ? സോ RP റിസീവഡ് പ്രൊനൗൺസിയേഷൻ ഇസ് എ ഹിസ്റ്റോറിക്കൽ പ്രസ്റ്റീജിയസ് ബ്രിട്ടീഷ് ആക്സെൻറ്റ്. സോ ഇത് ബ്രിട്ടീഷ് ആക്സെൻ്റ് ആണ് റിസീവഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. സോ ഓഫൺ കാൾഡ് BBC ഇംഗ്ലീഷ്. സോ എന്തും വിളിക്കാറുണ്ട്? BBC ഇംഗ്ലീഷ് എന്നും വിളിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എഡ്യൂക്കേറ്റഡ് അപ്പർ ക്ലാസ്. അപ്പോൾ ഈ ഒരു റിസീവഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്? അപ്പർ ക്ലാസ്സിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ആൻഡ് എ കീ ഫീച്ചർ ഓഫ് RP ഈസ് നോൺ റോട്ടസിറ്റി.
meaning the R sound is not pronounced in certain position. So R sound എന്ത് ചെയ്യില്ല, ചില പൊസിഷൻസിൽ പ്രൊനൗൺസ് ചെയ്യില്ല. എക്സാമ്പിൾ in words like car, when it appear at the end of before a consonants അല്ലേ. സോ ഇവിടെ ആർ എന്നുള്ള സൗണ്ട് അപ്പിയർ ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് ദ എൻഡ് അല്ലേ, അവസാനത്താണ് ആർ എന്നുള്ള സൗണ്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ബിഫോർ എ കൺസണൻ, ഒരു കൺസണന് മുമ്പുമാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ. ദെൻ ഓക്കെ, അപ്പോൾ ഇവിടെ ആർ എന്നുള്ള സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ആക്ച്വലി ഖ എന്നാണ് പറയുക. സോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കാർ എന്നാണ് നമ്മൾ പറയാറുള്ളത്, പക്ഷേ ആക്ച്വലി അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഖ എന്നാണ്. Then General Indian English, GIE ആണ്. General Indian English is a variety of English influenced by India's multilingual environment, and it has adapted British English to local language and speech patterns, and its main phonological features include the use of retroflex consonants and a simplified vowel system. So General Indian English അല്ലേ, General Indian English എന്ന് പറയുന്നത് എന്താണ്? It's a variety of English influenced by India's multilingual environment. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വൽ എൻവയോൺമെൻറ്റ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലേ. ഇറ്റ് ഹാസ് അഡാപ്റ്റഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ടു ലോക്കൽ ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലോട്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ലോക്കൽ ലാംഗ്വേജസ് ഉണ്ട്, ആ ലോക്കൽ ലാംഗ്വേജസിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷിനെ അഡോപ്റ്റ് ചെയ്തു അല്ലേ, to local languages and speech patterns, and its main phonological features include the use of retroflex consonants and a simplified vowel system. So a syllable timed rhythm influenced by Indian native language, distinct pronunciation such as substituting d for th. So example പറയുകയാണെങ്കിൽ that is dis എന്നുള്ളത് എന്തായി, this എന്നായി അല്ലേ. Then interchanging v and v. Sounds in some contexts. Then phonetic transcription. So it's the use of IPA, International Phonetic Alphabet, the phonetic transcription symbols to represent spoken language in written form. So it is important because English spelling is often irregular. For example, calm versus country. സോ രണ്ട് വേർഡ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്, കാം വേഴ്സസ് കൺട്രി. അപ്പോൾ ഈ രണ്ട് വേർഡിൻ്റെയും സ്പെല്ലിങ് നോക്കാം. സോ ട്രാൻസ്ക്രിപ്ഷൻ റിമൂവ്സ് ദിസ് കൺഫ്യൂഷൻ ബൈ ഷോവിങ് ദ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇൻക്ലൂഡിങ് സൗണ്ട്, സ്ട്രെസ് ആൻഡ് ഇൻഫോർമേഷൻ. സോ ഇവിടെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ സ്പെല്ലിങ് വരിക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ നോക്കൂ, കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അവിടെ ആ എൽ എന്താണ്, അവിടെ സൈലൻ്റ് ആണ്, കാം. ദെൻ കൺട്രി അല്ലേ. സോ ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ്, സ്പെല്ലിങ് ഡിഫറൻറ്റ് ആണ്, സ്പെല്ലിങ് പ്രൊനൗൺസിയേഷനിൽ നിന്നും എന്താണ്, വളരെയധികം ഡിഫറൻറ്റ് ആണ് എന്നുള്ളത്. Then the next question is, define the field of morphology and explain the fundamental differences between free and bound morphemes എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് മോർഫോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. സോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മോർഫോളജി എന്ന് പറയുന്നത്. സോ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് സ്റ്റഡീസ് ദ സ്ട്രക്ചർ ആൻഡ് ഇൻഫോർമേഷൻ ഓഫ് വേർഡ്സ് അല്ലേ. സോ എന്താണ് മോർഫോളജിയിൽ നമ്മൾ പഠിക്കുന്നത്, ദാറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് ഇൻഫോർമേഷൻ ഓഫ് വേർഡ്സിൻ്റെ not information, it was formation. So structure ഒരു വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ സ്ട്രക്ചറും ഫോർമേഷനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോർഫോളജിയിലൂടെ പഠിക്കുന്നത്. ദെൻ ഇറ്റ് ഫോക്കസസ് ഓൺ ദ മോർഫീംസ്. ഇപ്പോൾ മോർഫീംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മോർഫോളജി സ്റ്റഡി ചെയ്യുന്നത്. സോ മോർഫീംസ് എന്ന് പറഞ്ഞാൽ ദ സ്മാളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. സോ ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ മോർഫീംസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ ദീസ് യൂണിറ്റ്സ് കമ്പൈൻ ടു ഫോം വേർഡ്സ്. അപ്പോൾ മോർഫോളജി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ യൂണിറ്റ്സുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട്, മോർഫീംസുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് മോർഫോളജി അല്ലെങ്കിൽ വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മോർഫ് റെഫേഴ്സ് ടു ദ സ്മാളസ്റ്റ്
smallest indivisible unit of meaning in language. So ഒരു morph എന്ന് പറയുന്നത് എന്താണ്? That refers to the smallest indivisible unit of meaning in language. So ഒരു morph എന്ന് പറയുന്നത് ഏറ്റവും smallest ആയിട്ടുള്ള യൂണിറ്റ് ഓഫ് മീനിങ് ആണ് ലാംഗ്വേജിൽ. Then types of morphemes ആണ് നെക്സ്റ്റ് വരുന്നത്. So morphemes are mainly classified based on whether they can stand alone. So morphemes എന്ന് പറയുന്നത് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിന് എന്താണ്, they can stand alone or not എന്നുള്ളത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോർഫീംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രീ മോർഫീംസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഫ്രീ മോർഫീംസ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് കംപ്ലീറ്റ് വേർഡ് ആൻഡ് ഹാവ് മീനിങ് ഓൺ ദെയർ ഓൺ. സോ ഫ്രീ മോർഫീംസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്സുകളുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഫ്രീ മോർഫീംസ് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിളാണ് ബുക്ക്, റണ്ണ് തുടങ്ങിയിട്ടുള്ളത്. സോ ഇനി ബൗണ്ട് മോർഫീംസ് ഉണ്ട്. സോ എന്താണ് ബൗണ്ട് മോർഫീംസ് എന്ന് പറയുന്നത്? ബൗണ്ട് മോർഫീംസ് cannot stand alone and must attach to other morphemes to express meaning. So ബൗണ്ട് മോർഫീംസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല, മറ്റൊരു എന്താണ് മോർഫീംസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് നിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ടു അതർ മോർഫീംസ് ടു എക്സ്പ്രസ് മീനിങ്. ദെൻ ടൈപ്സ് ഓഫ് ബൗണ്ട് മോർഫീംസ്. ഇനി ബൗണ്ട് മോർഫീംസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. സോ അതിൽ ഫസ്റ്റ് ആണ് റൂട്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻ ദ മെയിൻ പാർട്ട് ഓഫ് എ വേർഡ് ദാറ്റ് ക്യാരീസ് കോർ മീനിങ്. സോ അതായത് റൂട്ട് എന്ന് പറയുന്നത് ദ മെയിൻ പാർട്ട് ഓഫ് എ വേർഡ് ദാറ്റ് ക്യാരീസ് കോർ മീനിങ്. സോ ഒരു വേർഡിൻ്റെ മെയിൻ പാർട്ടിലായിരിക്കും അതിൻ്റെ കോർ മീനിങ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ആക്ഷൻ എന്നുള്ള വേർഡ് എടുക്കുക. സോ അതിൻ്റെ കോർ മീനിങ് ക്യാരി ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റ് ആണ് അല്ലേ? ആക്ഷൻ. സോ ആക്റ്റ് ആണ് അതിൻ്റെ കോർ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിഫിക്സസ് ആണ്. സോ പ്രിഫിക്സസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രിഫിക്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യു എൻ, അതായത് അൺ, ഇൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? യു എൻ എന്നുള്ളത് അല്ലേ, അൺ എന്നുള്ളത്. സോ അൺ എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഹാപ്പിയിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ ദാറ്റ് ഇസ് അൺഹാപ്പി എന്നുള്ളതായി. നെക്സ്റ്റ് സഫിക്സസ് ആണ് വരുന്നത്. ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് അല്ലേ, ഒരു വേർഡിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സഫിക്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇ ഡി എന്നുള്ള എന്താണ് സഫിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് പ്ലേ എന്നതിൽ നമ്മൾ ഇ ഡി കൂട്ടിച്ചേർക്കുമ്പോൾ എന്താവുന്നു? ദാറ്റ് ഇസ് പ്ലേഡ് എന്നാവുന്നു. Next question is compare and contrast inflectional and derivational morphemes, providing example of how each impact word structure. So morphemes can also be classified based on their grammatical function. ഇനി മോർഫീംസിനെ നമുക്ക് ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇൻഫ്ലക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ മോർഫീംസ് ആണ് ഉള്ളത്. സോ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ ബേസ് ചെയ്തുകൊണ്ട് മോർഫീംസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ അതിലൊന്നാണ് ഇൻഫ്ലക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ മോർഫീംസ് എന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ അനുസരിച്ച്. സോ മോർഫീംസിനെ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ അനുസരിച്ച് രണ്ടായി തിരിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇൻഫ്ലക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ മോർഫീംസ് ആയിട്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ഇൻഫ്ലക്ഷണൽ മോർഫീംസ് ആണ് ഫസ്റ്റ് വരുന്നത്. സോ എന്താണ് inflectional morphemes എന്ന് പറയുന്നത്? So inflectional morphemes change the grammatical form of a word such as tense, number or case, but do not change its basic meaning or word class. So inflectional morphemes എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോം ഓഫ് എ വേർഡ്, ഒരു വേർഡിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലക്ഷണൽ മോർഫീംസ് എന്ന് പറയുന്നത്. സോ ഇൻഫ്ലക്ഷണൽ മോർഫീംസ് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? മാറുന്നു. സച്ച് ആസ് ടെൻസ്, നമ്പർ ഓഫ് ഓർ കേസ്,
but do not change its basic meaning or word class. പക്ഷെ അതിൻ്റെ വേർഡ് ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിലോ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാറ്റ്സ് എന്നുള്ളത് എന്താണ്, എസ് എന്നുള്ളത് എന്ത് കാണിക്കുന്നു, ദാറ്റ് ഈസ് ഇറ്റ് വാസ് ഷോസ് പ്ലൂറൽ. ദെൻ പ്ലേഡ്, സോ പ്ലേയിൽ ED എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ് വാസ് പാസ്റ്റ് ടെൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡെറിവേഷണൽ മോർഫീംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ എന്താണ് ഡെറിവേഷണൽ മോർഫീംസ് എന്ന് പറയുന്നത്? That is, derivational morphemes change the meaning of a word or its grammatical category or word class. അപ്പോൾ ഡെറിവേഷണൽ മോർഫീംസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഗ്രാമാറ്റിക്കൽ കാറ്റഗറി അല്ലെങ്കിൽ വേർഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ടീച്ച്, സോ ടീച്ച് ടു ടീച്ചർ അല്ലേ. സോ എന്താണ്, ടീച്ച് ടു ടീച്ചർ. ഇപ്പോൾ ടീച്ചാണ് ആദ്യത്തെ വേർഡ്, സോ അതിലായിട്ട് എന്ത് ചെയ്യാണ്, ടീച്ചർ എന്നാക്കി മാറ്റാണ്. അതിൽ ER നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് വേർഡ് ക്ലാസ് അല്ലേ. സോ ഇതൊരു നൗണാണ്, ടീച്ച് എന്ന് പറയുന്നത് ഒരു നൗണാണ്, പക്ഷെ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വേർബാണ് അല്ലേ. സോ അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് ക്ലാസ്സിൽ മാറ്റം വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ എന്തുണ്ടായിരുന്നില്ല, വേർഡ് ക്ലാസ്സിൽ മാറ്റം വരുന്നുണ്ടായിരുന്നില്ല അല്ലേ. നെക്സ്റ്റ് ദീസ് ക്ലാസിഫിക്കേഷൻ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഓർഗനൈസ് ടു ഓർഗനൈസേഷൻ. സോ ഓർഗനൈസ് ടു ഓർഗനൈസേഷൻ, അപ്പോൾ അവിടെ എന്താണ്, ഓർഗനൈസ് എന്ന് പറയുമ്പോൾ അതെന്തായി, വേർബാണ് അല്ലേ. ഓർഗനൈസ് ചെയ്യുക അല്ലേ, അപ്പോൾ അതെന്താണ്, ഒരു പ്രവൃത്തിയാണ്, വേർബാണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതെന്തായി, അതൊരു നൗണായി. ദെൻ this classification help linguists understand how words are formed and how meaning is systematically built in language. Morphemes can also relate to lexical morphs and grammatical morphs. So ഇനി രണ്ട് രീതിയിൽ നമുക്ക് മോർഫ്സുകളെ പറയാം. ഒന്ന് ലെക്സിക്കൽ മോർഫ്സും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കൽ മോർഫ്സും ആണ്. സോ ലെക്സിക്കൽ മോർഫ്സ് കണക്ട് വേർഡ്സ് ലൈക്ക് നൗൺ, വേർബ്സ്, അഡ്ജക്റ്റീവ്. സോ ലെക്സിക്കൽ മോർഫ്സ് എന്ന് പറഞ്ഞാൽ നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ് തുടങ്ങിയിട്ടുള്ള വേർഡ്സുകളെ കണക്ട് ചെയ്യുന്നു. ഗ്രാമാറ്റിക്കൽ മോർഫ്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ വേർഡ്സ് ലൈക്ക് ആർട്ടിക്കിൾസ് ആൻഡ് പ്രൊപ്പോസിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രാമാറ്റിക്കൽ മോർഫ്സ് എന്ന് പറയുന്നത്. Then the next question is, explain the concept of allomorphs and discuss how the field of morphophonemics account for variation in word pronunciation. So morphophonemics is a branch of linguistics. So morphophonemics linguisticsന്റെ ഒരു ബ്രാഞ്ച് ആണ് അല്ലേ. And that lies between morphology and phonology. So phonologyയിലും മോർഫോളജിയും ഇടയും ഒരു എന്താണ്, ഒരു ലിംഗ്വിസ്റ്റിക് ബ്രാഞ്ച് ആണ് മോർഫോഫോണമിക്സ് എന്ന് പറയുന്നത്. So it studies how the pronunciation of morphemes changes depending on the sounds around them. So ഇതെന്താണ് പഠിക്കുന്നത്, എന്താണ് മോർഫോഫോണമിക്സിലൂടെ നമ്മൾ പഠിക്കുന്നത്, ദാറ്റ് ഇസ് ഹൗ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് മോർഫീംസിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, സൗണ്ട്സ് അറൗണ്ട് ദം, സൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ദിസ് മീൻസ് എ മോർഫീം ഡസ് നോട്ട് ഓൾവേസ് ഹാവ് എ ഫിക്സഡ് പ്രൊനൗൺസിയേഷൻ. സോ ഇതിനർത്ഥം എന്താണ്, ഒരു മോർഫീംസിന് ഒരു ഫിക്സഡ് പ്രൊനൗൺസിയേഷൻ ഇല്ല അല്ലേ. ദിസ് മീൻസ് എ മോർഫീം ഡസ് നോട്ട് ഓൾവേസ് ഹാവ് എ ഫിക്സഡ് പ്രൊനൗൺസിയേഷൻ. എല്ലായ്പ്പോഴും ഒരു ഫിക്സഡ് പ്രൊനൗൺസിയേഷൻ ആർക്ക് ഉണ്ടാവണമെന്നില്ല, ഈ ഒരു മോർഫീമിന് ഉണ്ടാവണമെന്നില്ല. ബട്ട് ഇറ്റ് ക്യാൻ വേരി വെൻ കമ്പൈൻഡ് വിത്ത് അതർ സൗണ്ട്സ്. പക്ഷേ ഇതെന്താണ്, മറ്റ് സൗണ്ട്സുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാം, മാറ്റം വന്നേക്കാം. ആൻഡ് ദിസ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ സെയിം മോർഫീം ഇസ് കാൾഡ് അലോമോർഫ്സ്. സോ സെയിം മോർഫീമിൻ്റെ ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ സെയിം മോർഫീം ഇസ് കാൾഡ് അലോമോർഫ്. എന്താണ്, അലോമോർഫ്. സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇംഗ്ലീഷ് പ്ലൂറൽ മോർഫീംസുകളാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ്
The plural maker in English has 3 allomorphs depending on the final sound of the words. So നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേർഡിൻ്റെ ഫൈനൽ സൗണ്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ 3 അലോമോർഫ്സുകളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലൂറൽ മേക്കേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ആഫ്റ്റർ വോയിസ്ലെസ് കൺസണൻറ്റ്. സോ സ് ആഫ്റ്റർ വോയിസ്ലെസ് കൺസണൻറ്റ്, ദാറ്റ് മീൻസ് കാറ്റ്സ്. കാറ്റ്സ് അല്ലേ? സോ എന്താണ് ഇവിടെ നമ്മൾ സ് എന്നുള്ള സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ, കാറ്റ്സ്. ദെൻ നെക്സ്റ്റ് ഡോഗ്സ് എന്നെടുക്കാം. സോ വാട്ട് ഇസ് ഡോഗ്സ്? ഡോഗ്സ്. അപ്പോൾ ഇവിടെ എന്തായി, സ് എന്നല്ല വന്നത്, സ് എന്നാണ് വന്നത്. നെക്സ്റ്റ്, ആഫ്റ്റർ സിബിലന്റ് സൗണ്ട് ഓർ സെർട്ടൈൻ വവൽസ്. സോ ഇനി ചില വവൽസിനോ അല്ലെങ്കിൽ എന്താണ് സിബിലന്റ് സൗണ്ട്സിനോ ശേഷം. സോ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണ്, ബസ്സസ്. എന്താണ്? സെസ് അല്ലേ, സെസ്, ബസ്സസ്. സോ ഓൾദോ these forms sound different, they all express the same grammatical meaning, plurality. സോ ഇതെല്ലാം സൗണ്ട്സുകൾ എന്താണ്, ഡിഫറൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഇവിടെ സെയിം ഗ്രമാറ്റിക്കൽ മീനിങ് ആണ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് സൗണ്ട്സുകളാണ് എന്നുള്ളത്. സോ ദിസ് വേരിയേഷൻസ് ആർ നോട്ട് റാൻഡം. They follow morphophonic rules that make pronunciation easier and more natural in speech. സോ ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഇത് റാൻഡം ആയിട്ടല്ല നടക്കുന്നത്. They follow morphophonics റൂൾസിനനുസരിച്ചാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഒരു പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കുന്നതും ഒരു നാച്ചുറൽ സ്പീച്ചിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നതും എന്നുള്ളത്. Next, define the fields of semantic and pragmatic and explain the critical distinction between content and meaning through the lens of invisible meaning. So semantic is the branch of linguistics. So linguisticsന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരു വേർഡിന് ലിറ്ററൽ മീനിങ്സ് ഉണ്ടായിരിക്കും അല്ലേ. സോ ഒരു ഫ്രേസിന്, വേർഡിന്, സെൻറ്റൻസിനെല്ലാം ലിറ്ററൽ മീനിങ്സ് ഉണ്ടായിരിക്കും. അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഹൗ ലാംഗ്വേജ് റെപ്രസെൻറ്റ് ഐഡിയാസ് ആൻഡ് റിയൽ വേൾഡ് ഒബ്ജക്ട്സ് അല്ലേ. എങ്ങനെയാണ് ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വേർഡ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഐഡിയാസ് അതുപോലെ തന്നെ റിയൽ വേൾഡ് ആൻഡ് ലാംഗ്വേജിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹൗ ലാംഗ്വേജ് പ്രസൻറ്റ് ഐഡിയാസ് ആൻഡ് റിയൽ വേൾഡ്. A key idea in semantics is that the link between a word sound and its meaning is arbitrary. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, വേർഡും അതിൻ്റെ സൗണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആർബിട്രറി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് നോ നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ സൗണ്ട് ടേബിൾ വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ് അല്ലേ. സോ ആ ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യില്ല, ടേബിൾ എന്നുള്ള സൗണ്ടിന് അത് 1-to-1 റിലേഷൻഷിപ്പ് ഇല്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ആൻഡ് ദ മീനിങ് എക്സിസ്റ്റ് ബിക്കോസ് സ്പീക്കേഴ്സ് എഗ്രി ഓൺ ഇറ്റ്. സോ എന്തുകൊണ്ടാണ് മീനിങ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ബിക്കോസ് ദ സ്പീക്കർ എഗ്രി ഓൺ ഇറ്റ്. സ്പീക്കർ എന്ത് ചെയ്യാണ്, അത് എഗ്രി ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ പ്രാഗ്മാറ്റിക്. സോ ഓൺ ദ അതർ ഹാൻഡ് studies how context, situation and speaker intention affect meaning beyond the literal word. So എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ്, സിറ്റുവേഷൻ അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഇൻറ്റൻഷൻ എങ്ങനെയാണ് മീനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് ബിയോണ്ട് ദ ലിറ്ററൽ വേൾഡ് അല്ലേ. സോ ലിറ്ററൽ വേർഡ്സിനപ്പുറത്തേക്ക് എങ്ങനെയാണ് കോണ്ടെക്സ്റ്റും സിറ്റുവേഷനിലും സ്പീക്കറിൻ്റെ ഇൻറ്റൻഷനെയും എന്ത് ചെയ്യുന്നത്, മീനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ എ കീ ഡിസ്റ്റിങ്ഷൻ ഈസ് ദാറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്, ദാറ്റ് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് എ സെൻറ്റൻസ് അല്ലേ. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലിറ്ററൽ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. സോ ലിറ്ററൽ മീനിങ് ഓഫ് എ സെൻറ്റൻസ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെൻറ്റൻസിൻ്റെ ലിറ്ററൽ മീനിങ് ആണ്. എക്സാമ്പിൾ, ഇറ്റ്സ് കോൾഡ് ഇൻ ഹിയർ സിംപ്ലി ഡിസ്ക്രൈബ് ലോ ടെമ്പറേച്ചർ അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് കോൾഡ് ഇൻ ഹിയർ അല്ലേ. ഇവിടെ എന്താണ്, കോൾഡ് ആണ് എന്നാണ് പറഞ്ഞത്. സോ അതിനർത്ഥം എന്താണ്, സിംപ്ലി നമ്മൾ അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ലോ ടെമ്പറേച്ചർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ദ മീനിങ് ഇംപ്ലൈഡ് ഓർ ഇൻറ്റൻറ്റഡ്
meaning in context. So the implied or intended meaning in context. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ implied and intended meaning കണ്ടെത്തുന്നത്? according to the context. കോണ്ടെക്സ്റ്റിനനുസരിച്ചായിരിക്കും. സോ എക്സാമ്പിൾ, ആ ഒരു സെയിം സെൻറ്റൻസ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ സെയിം സെൻറ്റൻസ് തന്നെ മനസ്സിൽ വിചാരിക്കാം. The same sentence may actually be a request to close a window or turn on the heater. അല്ല, ഒരു പക്ഷേ ആ ഒരു സെയിം സെൻറ്റൻസ് ഇറ്റ്സ് കോൾഡ് ഇൻ ഹിയർ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കാം അതിൻ്റെ ഇൻറ്റൻറ്റഡ് മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്ലൈഡ് മീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളോട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ചെയ്യായിരിക്കാം അല്ലേ. സോ ടു റിക്വസ്റ്റ് ടു ക്ലോസ് എ വിൻഡോ ഓർ ടു ടേൺ ഓൺ ദ ഹീറ്റർ അല്ലേ. സോ ഹീറ്റർ ടേൺ ഓൺ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം എന്ത് ചെയ്യുന്നത്, നമ്മളോട് റിക്വസ്റ്റ് ചെയ്യായിരിക്കാം ചെയ്യുന്നുണ്ട്. സോ അത് അതിൻ്റെ ഇൻറ്റൻറ്റഡ് മീനിങ് ആണ്, മറ്റത് അതിൻ്റെ ലിറ്ററൽ മീനിങ് ആണ്. Then this leads to the idea of invisible meaning, which refers to messages that are not directly stated but are understood through context, shared knowledge and cultural understanding. So this leads to the idea of invisible meaning. So ഇത് എന്തിലോട്ട് ലീഡ് ചെയ്യിക്കുന്നു, ഇൻവിസിബിൾ മീനിങ് എന്നുള്ള ഐഡിയയിലോട്ട് ലീഡ് ചെയ്യിക്കുന്നു. ദാറ്റ് മീൻസ് which refers to message that are not directly stated but are understood through context. So അതായത് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റഡ് അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ത്രൂ കോണ്ടെക്സ്റ്റ്. സോ നമ്മളത് കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. സോ സെമാൻറ്റിക് ഡീൽസ് വിത്ത് ലിറ്ററൽ മീനിങ് വൈൽ പ്രാഗ്മാറ്റിക് ഡീൽ വിത്ത് ദ ഇൻറ്റൻഡഡ് ആൻഡ് കോണ്ടെക്ച്വൽ മീനിങ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ബിയോണ്ട് ദ വേർഡ്സ്. So the next question is, discuss the importance of lexical semantics and analyze the various types of lexical relationship that structures a language vocabulary എന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ ലെക്സിക്കൽ സെമാൻറ്റിക് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. സോ ദാറ്റ് സ്റ്റഡീസ് ദ മീനിങ് ഓഫ് ഇൻഡിവിജ്വൽ വേർഡ്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഇൻ എ ലാംഗ്വേജ്. സോ ഈ ലെക്സിക്കൽ സെമാൻറ്റിക്സ് സ്റ്റഡി ചെയ്യുന്ന എന്താണ്, ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ് ആണ്. അതുമാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു ലാംഗ്വേജിൽ വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുമാണ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. So it is important for language understanding and is widely used in technologies like machine translation and sentiment analysis. So it is important for language understanding അല്ലേ. ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്താണ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല മെഷീൻ ട്രാൻസ്ലേഷൻ, സെൻറ്റിമെൻറ്റ് അനലൈസിസിനെല്ലാം എന്ന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ denotative meaning and connotative meaning. So denotative meaning easy ആണ്. denotative meaning എന്ന് പറയുന്നത് എന്താണ്, that means the literal meaning of a word. Then connotative meaning is the emotional or cultural or social association with that word. So connotative meaning എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വേർഡിൻ്റെ ഇമോഷണൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കണക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന മീനിങ് ആണ് connotative മീനിങ് എന്ന് പറയുന്നത്. ദെൻ ലെക്സിക്കൽ റിലേഷൻഷിപ്പ് ഇൻ വൊക്കാബുലറി. സോ വൊക്കാബുലറിയിലെ ലെക്സിക്കൽ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്, ദാറ്റ് ഈസ് സിനോണിംസ് ആൻഡ് അൻറ്റോണിമി. സോ സിനോണിമി എന്ന് പറയുന്നത് എന്താണ്, സിനോണിമി വേർഡ്സ് വിത്ത് സിമിലർ മീനിങ്. സോ സിനോണിമി എന്ന് പറയുന്നത് സിമിലർ മീനിങ് ഉള്ള വേർഡ്സുകളെയാണ് നമ്മൾ സിനോണിമി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട്, ബിഗിൻ അല്ലേ, രണ്ടിനും എന്താണ്, ഒരേ മീനിങ് ആണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാലും ബിഗിൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. നെക്സ്റ്റ് അൻറ്റോണിമി ആണ് വരുന്നത്, വേർഡ്സ് വിത്ത് ഓപ്പോസിറ്റ് മീനിങ്, ഡിഫറെൻറ്റ് മീനിങ് ഉള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി മീനിങ്സ് ഉള്ളതാണ് അൻറ്റോണിമി എന്ന് പറയുന്നത്. ഇപ്പോൾ കോൾഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ദാറ്റ് ഈസ് ഹോട്ട് അല്ലേ. ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡാർക്ക്. സോ ദാറ്റ് ഈസ് അൻറ്റോണിമി. ദെൻ ഹൈപ്പോണിമി ആണ് നെക്സ്റ്റ് വരുന്നത്. സോ എന്താണ് ഹൈപ്പോണിമി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ സ്പെസിഫിക് വേർഡ് അണ്ടർ എ ജനറൽ കാറ്റഗറി. സോ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ചില സ്പെസിഫിക് വേർഡ്സുകളാണ് ഹൈപ്പോണിമി എന്ന് പറയുന്ന. എക്സാമ്പിൾ പൂഡിൽ
that is hyponymy is a type of dog hypernymy. സോ പൂഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ടൈപ്പാണ്, ഇതൊരു ജനറൽ കാറ്റഗറിയിൽ ഒരു ടൈപ്പാണ്. സോ ദാറ്റ് മീൻസ് ഡോഗ്സ് എന്നുള്ള കാറ്റഗറി ദാറ്റ് ഈസ് ഹൈപ്പർനിമി. സോ ഡോഗ്സ് എന്നുള്ളത് ഒരു ജനറൽ കാറ്റഗറിയാണ്. സോ അതിനെയാണ് ഹൈപ്പർനിമി എന്ന് പറയുന്നത്. സോ അതിലെ ഒരു ജനറൽ കാറ്റഗറിയിലെ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ് പൂഡിൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഹൈപ്പോണിം അല്ലേ. ദെൻ പോളിസമി ആണ് നെക്സ്റ്റ് വരുന്നത്. സോ പോളിസമി, വൺ വേർഡ് വിത്ത് മൾട്ടിപ്പിൾ റിലേറ്റഡ് മീനിങ്സ്. സോ ഒരു വേർഡിന് തന്നെ എന്തുണ്ടായിരിക്കും? മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേറ്റഡ് മീനിങ്സുകൾ ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് എന്ന് പറയാണ്. സോ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിവർ ബാങ്ക്, അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ റിലേറ്റഡ് മീനിങ്സുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ദെൻ സോ നെക്സ്റ്റ് വരുന്നത് ഹോമോണിമി ആണ്. സോ ഹോമോണിമി സെയിം ഫോം ബട്ട് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് മീനിങ്സ്. സെയിം ഫോം ആയിരിക്കും, പക്ഷേ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? അൺറിലേറ്റഡ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്റ് എന്നുള്ളത്. സോ ബാറ്റ് എന്നുള്ളത് എന്താണ്? സെയിം ഫോമാണ്, പക്ഷെ അതിന് നമുക്ക് രണ്ട് മീനിങ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്പോർട്സ് ആനിമൽ ആയിട്ട് നമുക്ക് വെക്കാം അല്ലേ, സ്പോർട്സ് എക്യുപ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കൺസിഡർ ചെയ്യാം. മറ്റൊന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ബാറ്റ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആനിമലായിട്ട് നമുക്ക് പറയാം. Then it also studies semantic roles. So how words functions in relation to action അല്ലേ. സെമാൻറ്റിക് റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ് എങ്ങനെയാണ് ആക്ഷൻസ്, അതായത് ഹൗ വേർഡ്സ് ഫങ്ഷൻസ് ഇൻ റിലേഷൻ ടു ആക്ഷൻ, എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻ അനുസരിച്ച് വേർഡ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ കോൺട്രഡിക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കനോട്ട് ബോത്ത് ബി ട്രൂ. എക്സാമ്പിൾ ദ ബാച്ചുലർ ഈസ് മാരീഡ്. സോ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ദാറ്റ് കനോട്ട് ബോത്ത് ബി ട്രൂ. രണ്ട് വേർഡ്സുകൾ എന്തുണ്ടായിരിക്കില്ല? അത് ട്രൂ ആയിരിക്കില്ല ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ ബാച്ചുലർ ഈസ് മാരീഡ്. സോ ബാച്ചുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാരേജ് ചെയ്യാത്ത ആളുകളെയാണ് നമ്മൾ ബാച്ചുലർ എന്ന് പറയുന്നത്. സോ ദ ബാച്ചുലർ ഈസ് മാരീഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ലെക്സിക്കൽ സെമാൻറ്റിക്സ് എക്സ്പ്ലെയിൻ ഹൗ വേർഡ് മീനിങ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഫോം എ സ്ട്രക്ചേർഡ് സിസ്റ്റം ഇൻ ലാംഗ്വേജ്. സോ ലെക്സിക്കൽ സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വേർഡ് മീനിങ്സും അതുപോലെ തന്നെ വേർഡ് റിലേഷൻഷിപ്പും ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Then the next question is distinguish between form class and function class. So form classum function classum distinguish ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫോം ക്ലാസ് എന്ന് പറയുന്നത്? സോ ഫോം ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത് കണ്ടന്റ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സിനെയാണ്. അതായത് ഫോം ക്ലാസ് വേർഡ്സ് ആർ ദ മെയിൻ ക്യാരിയേഴ്സ് ഓഫ് മീനിങ് ഇൻ എ സെൻറ്റൻസ്. സോ ഫോം ക്ലാസ് വേർഡ്സുകളാണ് ഒരു സെൻറ്റൻസിൽ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സുകൾ. ദാറ്റ് മീൻസ് നൗൺസ്, വേർബ്സ്, അതുപോലെ അഡ്ജക്റ്റീവ്, ആഡ്വേർബ്സ്, ഇതിനെയാണ് ഫോം ക്ലാസ് വേർഡ്സുകൾ എന്ന് പറയുന്നത്. സോ ദേ ആർ ആൻ ഓപ്പൺ ക്ലാസ് മീനിങ് ന്യൂ വേർഡ്സ് ആർ റെഗുലർലി ആഡഡ് ആസ് ലാംഗ്വേജ് ഗ്രോസ് അല്ലേ. സോ ഇതിലോട്ടാണ് നമ്മൾ പുതിയ പുതിയ വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതും. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ആ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ലാംഗ്വേജ് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ്. ദേ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ചേഞ്ച് ത്രൂ ഇൻഫ്ലക്ഷൻ. സോ ഇൻഫ്ലക്ഷനിലൂടെ, ഡെറിവേഷനിലൂടെ, കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാറ്റ് എന്നുള്ള വേർഡിൽ നമുക്ക് എന്ത് ചെയ്യാം? സഫിക്സസ് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാറ്റ്സ് എന്നാക്കാം. ദെൻ ഗോ എന്നുള്ളതിനെ നമുക്ക് വെൻറ്റ് എന്നിലോട്ട് മാറ്റാം അല്ലേ. സോ ഇതൊക്കെ എന്താണ്? ഫോം ക്ലാസ് വേർഡ്സുകളാണ്. നെക്സ്റ്റ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സുകളാണ് വരുന്നത്. ഗ്രമാറ്റിക്കൽ ആൻഡ് സ്ട്രക്ചർ വേർഡ്സുകളാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻ ക്ലാസ് വേർഡ്സുകൾ എന്ന് പറയുന്നത്. സോ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് പ്രൊവൈഡ് ദ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് ആൻഡ് ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. സോ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറാണ്, ഒരു സെൻറ്റൻസിൻ്റെ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറാണ്. ആൻഡ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. സോ വേർഡ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു?
grammatical structure of a sentence and show relationship between the വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സുകൾ എന്ന് പറയുന്നത്? പ്രൊനൗൺസുകൾ പറയാം, പ്രിപ്പോസിഷൻ, കൺജഷൻ, ഡിറ്റർമിനസ് ആൻഡ് പാർട്ടിക്കിൾസ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഫങ്ഷൻ വേർഡ്സുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദേ ആർ ക്ലോസ്ഡ് ക്ലാസ്, മീനിങ് ന്യൂ വേർഡ്സ് ആർ റെയർലി ആഡഡ്. സോ ഇവിടെ പുതിയ വേർഡ്സുകൾ വളരെ റെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ദേ ക്യാരി ലെസ് മീനിങ് ഓൺ ദെയർ ഓൺ ബട്ട് are essential for sentence structure and clarity. So they carry less meaning of their own. So ഇപ്പോൾ ഈ ഒരു വേർഡ്സുകൾക്കെല്ലാം എന്ത് ചെയ്യണമെന്നില്ല, അവരുടേതായിട്ടുള്ള മീനിങ് ഉണ്ടാവണമെന്നില്ല അല്ലേ? ഇത് നമ്മൾ നൗണ്, വേർബ്, അഡ്ജക്റ്റീവിൻ്റെ ഒക്കെ കൂടെ കൂട്ടുന്നതാണ്. ഇപ്പോൾ പ്രൊനൗൺസുകളൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ? സോ ദാറ്റ് എസെൻഷ്യൽ ഫോർ സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് ക്ലാരിറ്റി. സോ സെൻറ്റൻസിന് ആ ഒരു സ്ട്രക്ചറിൻ്റെ ക്ലാരിറ്റിയും സ്ട്രക്ചറിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ക്ലാസ് വേർഡ്സുകൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ അപ്പോൾ നമ്മൾ ഫോം ക്ലാസ് വേർഡ്സുകളും ഫങ്ഷൻ ക്ലാസ് വേർഡ്സുകളുമാണ് പറഞ്ഞത്. സോ ഫോം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണ്, അഡ്ജക്റ്റീവ്, അതുപോലെ തന്നെ എന്താണ് വേർബ്, ആഡ്വേർബ് തുടങ്ങിയിട്ടുള്ള വേർഡ്സുകളാണ് വരുന്നത്. ദെൻ ഫങ്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ്, പ്രിപ്പോസിഷൻസ്, കൺജഷൻസ്, ഡിറ്റർമിനൻസ് ഒക്കെയാണ് വരുന്നത്. Then moving on to the next question, that is examine the hierarchical relationship between phrase and the clause in the formation of complex sentences. So sentence are formed through hierarchy of structures. So sentence create ചെയ്യുന്നത് ഹൈറാർക്കി സ്ട്രക്ചറിൻ്റെ ഹൈറാർക്കിയിലൂടെയാണ്, മെയിൻലി ഫ്രേസസിലൂടെയും ക്ലോസസിലൂടെയും. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ഫ്രേസ് ആണ്. ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ? സോ ദാറ്റ് ഫങ്ഷൻസ് ആസ് എ സിംഗിൾ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എ കംപ്ലീറ്റ് സബ്ജക്റ്റ് വേർബ് സ്ട്രക്ചർ. സോ ഒരു ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സിംഗിൾ ഗ്രാമാറ്റിക്കൽ വേർഡാണ് അല്ലെങ്കിൽ യൂണിറ്റ് ആണ്, പക്ഷേ അതിന് എന്തുണ്ടായിരിക്കില്ല? ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റ് വേർബ് സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. സോ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്രസ് എ ഫുൾ ഐഡിയ ഓൺ ഇറ്റ്സ് ഓൺ. സോ കോമൺ ടൈപ്സുകൾ ഏതൊക്കെയാണ്? നൗൺ ഫ്രേസ് ഉണ്ട്. സോ നൗൺ ഫ്രേസ്, ദ ടോൾ ട്രീ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. വേർബ് ഫ്രേസ് ഉണ്ട്, ഹാസ് ബീൻ സ്റ്റഡിയിങ്, ദാറ്റ് ഈസ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ ഫ്രേസസ് ആഡ് ഡീറ്റെയിൽ ആൻഡ് മീനിങ് ടു സെൻറ്റൻസ് ബട്ട് കനോട്ട് സ്റ്റാൻഡ് അലോൺ. പക്ഷേ ഇതിന് എന്ത് ചെയ്യില്ല? ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് ഫ്രേസ്. നെക്സ്റ്റ് ക്ലോസ് ആണ് വരുന്നത്. ക്ലോസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? സബ്ജക്റ്റ് വേർബ് ആ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ രണ്ട് ടൈപ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിന് അതിന് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് നമുക്ക് പറയുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലോസ്, കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഇതിന് എക്സാമ്പിൾ വി ആർ റീഡിങ് എ ബുക്ക് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിളാണ്. ഇനി ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് നമ്മൾ പറയും. So that is cannot stand alone and depend on an independent clause. So ഒരു സബോർഡിനേറ്റ് ക്ലോസിന് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല, ഒറ്റയ്ക്ക് മീനിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് അതിന് എന്ത് അത്യാവശ്യമാണ്? അതിന് മീനിങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അത്യാവശ്യമാണ്. ദെൻ ടൈപ്സ് ഓഫ് സെൻറ്റൻസസുകളാണ് നെക്സ്റ്റ് വരുന്നത്. ബേസ്ഡ് ഓൺ ക്ലോസസ് സെൻറ്റൻസസ് ആർ ഫോംഡ് ആസ് സിമ്പിൾ സെൻറ്റൻസസ്. സോ ക്ലോസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകളെ ഫോം ചെയ്യാം. ഒന്ന് സിമ്പിൾ സെൻറ്റൻസസ് ആണ്, അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. കോമ്പൗണ്ട് സെൻറ്റൻസിൽ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് ക്ലോസുമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളും ഉണ്ടായിരിക്കും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഫ്രേസസ് ആൻഡ് ക്ലോസസ് ഹെൽപ്പ് ഇൻ ഫോമിങ് ക്ലിയർ വെൽ സ്ട്രക്ചേർഡ് ആൻഡ് എഫക്റ്റീവ് സെൻറ്റൻസസ്. സോ അണ്ടർസ്റ്റാൻഡിങ് ഫ്രേസ് ആൻഡ് ക്ലോസസ് അല്ലേ? സോ ഫ്രേസസും ക്ലോസസും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? Understanding phrase and clauses helps in forming clear
വെൽ സ്ട്രക്ചേർഡ് ആൻഡ് എഫക്റ്റീവ് സെൻറ്റൻസ്. ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസസും ഫ്രേസസും അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. Then the next question is, analyze the central concept of transformational generative, that is TG grammar, especially the distinction between deep and surface structure and the theory of universal grammar. So transformational generative grammar, that is developed by Noam Chomsky. Noam Chomsky ആണത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1950-1960 പീരിയഡുകളിൽ, and explain how a limited set of rules can generate an unlimited number of correct sentences in a language. So actually എന്താണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ പറയുന്നത്? അതായത് എങ്ങനെയാണ് ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് സെൻറ്റൻസുകൾ ഒരു ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ദെൻ ദ കീ ഐഡിയാസ് ഇസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡീപ്പ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ. സോ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? the basic underlying meaning of a sentence. So ഒരു സെൻറ്റൻസിൻ്റെ underlying meaning ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. So that showing co-relationship like who does what to whom and regardless of word order. Then surface structure എന്ന് പറയുന്നത് the actual form of the sentences ആണ്. So surface structure എന്താണ്? ഇതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ആക്ച്വൽ ഫോമാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്ലൂഡിങ് വേർഡ് ഓർഡർ ആൻഡ് ഗ്രമാറ്റിക്കൽ ഫോം. വേർഡ് ഓർഡറിനെയും ഗ്രമാറ്റിക്കൽ ഫോമിനെയും നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. Then transformational rules connect deep structure to surface structure by changing sentence forms. So transformational rules എന്ത് ചെയ്യുന്നു? ഡീപ്പ് സ്ട്രക്ചറിനെ സർഫസ് സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യുകയും ആൻഡ് ബൈ ചേഞ്ചിങ് സെൻറ്റൻസ് ഫോംസുകൾ ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് ചേഞ്ചിങ് മീനിങ് ചേഞ്ച് ചെയ്യാതെ. ദെൻ ടി ജി ഗ്രാമർ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ ഗ്രാമർ. സോ ടി ജി ഗ്രാമർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സൽ ഗ്രാമർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ദ ഐഡിയ ദാറ്റ് ഓൾ ലാംഗ്വേജ് ഷെയർ എ കോമൺ അണ്ടർലൈങ് സിസ്റ്റം ആൻഡ് ദാറ്റ് ഹ്യൂമൻ have an inborn ability to acquire language. So എന്താണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് all language share a common underlying system. So എല്ലാ ലാംഗ്വേജിനും എന്തുണ്ട്? ഒരു അണ്ടർലൈങ് സിസ്റ്റം ഉണ്ട് അല്ലേ? ഒരു സെറ്റ് ഓഫ് റൂൾസുകൾ ഉണ്ട്. ആൻഡ് ദാറ്റ് humans have an inborn ability to acquire language. അത് മാത്രമല്ല, ഹ്യൂമൻ ബീയിങ്സിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഒരു ഇൻബോൺ എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Next, what are singularly transformation in transformational generative, and what are the four major types used to convert deep structure into surface structure? So എന്താണ് ആൻസർ? So singularly transformation. In transformational generative grammar are operations that change a sentence by applying to only one element at a time. So transformational generative grammar എന്ന് പറയുന്നത് എന്താണ്? That change a sentence by applying to only one element at a time. So they are simple but important in conveying deep structure into surface structure. So types of singularly transformation. So singularly transformation എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്താണ്? ഇതൊരു ഓപ്പറേഷനാണ്. അത് എന്ത് ചേഞ്ച് ചെയ്യുന്നു? സെൻറ്റൻസിനെ ഓൺലി ഒരു വൺ എലമെൻറ്റ് അറ്റ് എ ടൈം, ഒരു എലമെൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ചസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് സിംഗുലറി ട്രാൻസ്ഫോർമേഷൻ. ഒന്ന് ഇൻട്രോഗേഷൻസ് ആണ്. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ഫോർമേഷൻ. ചേഞ്ചസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു എ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നു അല്ലേ? സോ ദാറ്റ് മീൻസ് WH മൂവ്മെൻറ്റ്. So moves question words who, what, etc. to the front.
and auxiliary inversion ഉണ്ട്, that is swaps the subject and auxiliary verb to form yes or no questions. നെക്സ്റ്റ് വരുന്നത് നെഗേഷൻ ആണ്. ആഡ്സ് നോട്ട് ടു എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലോട്ട് നോട്ട് ടു ചേർത്ത് കൊടുക്കുക. നോട്ട് ടു എ സെൻറ്റൻസ് അല്ലേ, നോട്ട് ചേർത്ത് കൊടുക്കുക അല്ലേ. ഇഫ് ദർ ഈസ് ആൻ ഓക്സിലറി വേർബ് നോട്ട് ഈസ് ആഡഡ് ആഫ്റ്റർ ഇറ്റ്. സോ ഇനി ആ സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ എന്താണ് നോട്ട് ആഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ദ ഓക്സിലറി വേർബ്. ആൻഡ് ഇഫ് നോട്ട്, ഡു സപ്പോർട്ട് ഇറ്റ് ഈസ് യൂസ്ഡ്. സോ if not, so ഒരു ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ നോട്ട് ഈസ് ആഡഡ് ആഫ്റ്റർ ഇറ്റ്. ഇനി ഓക്സിലറി വേർബ് ഇല്ല എങ്കിൽ ഡു സപ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, അതായത് ഡു, ഡസ്, ഡിഡ് എന്നുള്ളത്. ദെൻ പാസീവൈസേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ആക്റ്റീവ് വോയിസ് ഇൻ ടു പാസീവ് വോയിസ്. സോ ആക്റ്റീവ് വോയിസിനെ എന്തിലോട്ട് മാറ്റാം? പാസീവ് വോയിസിലോട്ട് മാറ്റാം. ദ ഒബ്ജക്റ്റ് ബിക്കംസ് എ സബ്ജക്റ്റ് അല്ലേ. പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് എന്തായി മാറുന്നു? സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ദെൻ ദ ഏജന്റ് ക്യാൻ ബി ആഡഡ് വിത്ത് ബൈ. ദെൻ ടാഗ് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ആഡ്സ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. സോ ടാഗ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നമ്മൾ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്ത് ചെയ്യുന്നു? ഒരു ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് യൂസ് ആൻ ഓക്സിലറി വേർബ് ഓർ ഡു സപ്പോർട്ട് ഇഫ് നീഡഡ്. സോ അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബോ അല്ലെങ്കിൽ ഡു സപ്പോർട്ടാണോ നമ്മൾ യൂസ് ചെയ്യുക. അത് നമ്മുടെ സെൻറ്റൻസിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Next question, explain the nature of double-based transformation in TG grammar and discuss how process like relativization and complementation facilitate the creation of complex sentence structure. So double-based transformation are more complex than single-based transformation because they combine element from two separate deep structure to form one surface structure. So double based transformation എന്ന് പറയുന്നത് സിംഗിൾ ബേസ്ഡ് ട്രാൻസ്ഫോർമേഷനേക്കാൾ കൂടുതൽ എന്താണ്? കുറച്ചും കൂടെ കോംപ്ലക്സ്ഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് സെപ്പറേറ്റ് ഡീപ്പ് സ്ട്രക്ചറാണ് ഒരു സർഫസ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിലൂടെ എന്ത് ഇൻവോൾവ് ചെയ്യുന്നു? ഐഡൻറ്റിഫൈങ് റിലേറ്റഡ് എലമെൻറ്റ്സ് ഇൻ ടു ക്ലോസസ് ആൻഡ് എംബഡിങ് വൺ ക്ലോസ് ഇൻ ടു അനദർ യൂസിങ് ട്രാൻസ്ഫോർമേഷണൽ റൂൾസ്. സോ ഈ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഷോസ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ക്രിയേറ്റ് മോർ കോംപ്ലക്സ് ആൻഡ് വേരിഡ് സെൻറ്റൻസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു? ലാംഗ്വേജിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതോടൊപ്പം തന്നെ ആ ഒരു ലാംഗ്വേജിന് എന്ത് ചെയ്യാണ്? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരീഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ, കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മെയിൻ ടൈപ്പ് ഓഫ് ഡബിൾ ബേസ്ഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. ഒന്ന് റിലേറ്റിവൈസേഷൻ ആണ്. സോ റിലേറ്റിവൈസേഷൻ ഫോംസ് എ റിലേറ്റീവ് ക്ലോസ് that adds extra information about a noun. So റിലേറ്റിവൈസേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ക്ലോസിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു? നൗണിനെ കുറിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് യൂസസ് റിലേറ്റീവ് പ്രൊനൗൺസ്. അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? റിലേറ്റീവ് പ്രൊനൗൺസുകളായിട്ടുള്ള ഹൂ, ഹൂം, ഹൂസ്, വിച്ച് or that used to connect the embedded clause with the main clause. So example as deep structure ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The man is my neighbor. The man lives next door എന്നുള്ള രണ്ട് വേർഡ് അല്ലേ. കമ്പൈൻഡ് സർഫസ് സ്ട്രക്ചർ. എങ്ങനെയാണ് നമ്മൾ സർഫസ് സ്ട്രക്ചർ കമ്പൈൻ ചെയ്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? രണ്ട് സെൻറ്റൻസ് ആണ്. The man is my neighbor. Then the man lives next door. സോ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? ദാറ്റ് ഈസ് ദ മാൻ ഹു ലിവ്സ് നെക്സ്റ്റ് ഡോർ ഇസ് മൈ നൈബർ അല്ലേ. സോ ദ മാൻ ഹു ലിവ്സ് നെക്സ്റ്റ് ഡോർ ഇസ് മൈ നൈബർ. നെക്സ്റ്റ് കോംപ്ലിമെൻറ്റേഷൻ ആണ് വരുന്നത്. സോ കോംപ്ലിമെൻറ്റേഷൻ എന്താണ്? കോംപ്ലിമെൻറ്റേഷൻ ഇൻവോൾവ്സ് എംബഡിങ് എ ക്ലോസ്
inside another to complete the meaning of the main clause. So complementation എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസിൻ്റെ ഇൻസൈഡിൽ മറ്റൊരു കംപ്ലീറ്റ് മീനിങ് ഉള്ള മെയിൻ ക്ലോസ് ആഡ് ചെയ്യാം. So the embedded clause functions as a subject. So embedded clause എന്ത് ചെയ്യുന്നു, subject, object or complement of the verb or adjective ആയിട്ട് എന്ത് ചെയ്യുന്നു, function ചെയ്യുന്നു. So it often use complementizers like that. So example പറയുകയാണെങ്കിൽ I know that she is coming എന്നുള്ള word, I know that she is coming. Here that she is coming completeness the meaning of the verb know അല്ലേ. സോ ദാറ്റ് ഷീ ഇസ് കമ്മിങ് എന്നുള്ള വേർഡ് എന്നുള്ള ആ ഒരു പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഐ നോ എന്നുള്ള അല്ലെങ്കിൽ വേർബ് നോക്ക് എന്ത് ചെയ്യുന്നത്, ഒരു കംപ്ലീറ്റ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ, നോക്ക്. ദെൻ അതർ ഡബിൾ ബേസ്ഡ് പ്രോസസ്സാണ് ആഡ്വേർബലൈസേഷനും കോർഡിനേഷനും. സോ ആഡ്വേർബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺവേർട്ട് എ ക്ലോസ് ഇൻ ടു ആൻ ആഡ്വേർബിയൽ ക്ലോസ്. സോ എന്ത് ചെയ്യാണ്, ഒരു ക്ലോസിനെ എന്ത് ചെയ്യുന്നു, ഒരു ആഡ്വേർബിയൽ ക്ലോസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ഷോവിങ് ടൈം, റീസൺ ഓർ കണ്ടീഷൻ. സോ ദെൻ കോർഡിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ലിങ്ക്സ് ടു ഈക്വൽ എലമെൻറ്റ്സ് യൂസിങ് കൺജഷൻ ലൈക്ക് ആൻഡ് ഓർ ബട്ട്. സോ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ എലമെൻറ്റ്സുകളെ കൺജഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ആൻഡ് ഓർ അല്ലെങ്കിൽ ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അപ്പോൾ എല്ലാവരും ഇനി നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.